കോഴ്സിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് ഇൻട്രഡക്ഷൻ ടു കാനൻ ലോ എന്ന കാനൻ ലോയുടെ കാനൻ നിയമവശങ്ങളുടെ ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് നാളെയും നാളത്തെ കഴിഞ്ഞുമായിട്ട് നമുക്ക് ക്ലാസ്സുകളിലൂടെ നൽകുന്നത് പെരിയ ബഹുമാനപ്പെട്ട വർഗീസ് പാലത്തെങ്കിലച്ഛനാണ്. അച്ഛൻ ഇരിങ്ങാലക്കുട രൂപതാംഗമാണ്. അതുപോലെ വടവാതൂർ സെമിനാരിയിൽ കാനൻ ലോ വിഭാഗത്തിൻ്റെ പ്രഗത്ഭനായ അധ്യാപകനാണ്. അവിടെ വടവാതൂർ സെമിനാരിയിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്ലോമ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5ഓളം വിഭാഗങ്ങളിൽ ഡോക്ടറേറ്റ് നൽകുന്ന ഒരു പ്രത്യേക നിലയിലേക്ക് ഫാക്കൽറ്റി വളർന്നിട്ടുണ്ട്. അതിൽ കാനൻ ലോയിൽ തന്നെ 5 അധ്യാപകരുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ വളരെയധികം പേര് കേട്ട രീതിയിൽ നമുക്കറിയാം, കാനൻ ലോ എന്ന് പറഞ്ഞു കഴിയുമ്പം ഇന്ന് സർവ്വസാധാരണമായ ഏത് യൂട്യൂബിലൂടെയും ഏത് വഴിയിലും എല്ലാം ചന്തയിലും എല്ലാം ഇരുന്ന് കാനൻ നിയമത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കാരണം അത്രമാത്രം സഭയിലെ ഓരോ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ കാനൻ ലോ പ്രയോഗിക്കുന്നില്ലേ, അത് പ്രയോഗിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കും. ശരിയല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സഭയുടെ കാനോന നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ആമുഖമായിട്ടുള്ള ഡിപ്ലോമ ലെവലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. നമുക്കറിയാം, ഇത് ആനുകാലികമായി പണ്ടൊക്കെ കാനൻ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അറിയാം കാനൻ നിയമം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടവർ പ്രവർത്തിക്കുന്നില്ല, ഇത് പ്രവർത്തിക്കേണ്ടതല്ലേ, ഇത് സഭയുടെ നന്മയ്ക്കുള്ളതല്ലേ എന്ന് സകലരും ചിന്തിക്കുകയും പറയുകയും ഒരുപക്ഷെ ചിലപ്പോൾ വിമർശിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സഭയുടെ നൈയാമികമായ വശങ്ങളെക്കുറിച്ച് നമുക്കറിയാം, ഏതൊരു സമൂഹത്തിനും നിയമം വേണം, ഓർഡർ വേണം. അപ്പോൾ അത് സഭയിലും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രത്തിൽ മാത്രമല്ല, സഭയിലും ഓർഡറുകളും കാര്യങ്ങളെല്ലാം വേണം. ഒരു കുടുംബത്തെ അച്ചടക്കമില്ലേ? കുടുംബത്തെ അച്ചടക്കം ഉണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ സഭയിലും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ആവശ്യമായ രീതിയിൽ നമ്മുടെ പരിജ്ഞാനം വർദ്ധിപ്പിക്കാൻ പാലത്തിങ്കലച്ഛൻ വളരെ സന്തോഷത്തോടുകൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛൻ വടവാസവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വടവാസവിനായിരുന്ന പ്രൊഫസേഴ്സിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അക്ഷീണമായ ഒരു കാര്യമാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞായറാഴ്ച സെമിനാരിലാകുമ്പം 6 ദിവസം ക്ലാസ്സുണ്ട്, 7ാം ദിവസം വിശ്രമം, അത് ഞായറാഴ്ചയായിരിക്കും. അപ്പം പേഴ്സണലായിട്ട് ഒത്തിരി കാര്യങ്ങൾ കാണും, വീട്ടിലെ കാര്യങ്ങൾ കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഇപ്പോൾ ഒരു കല്യാണം വന്നു പോകാതിരിക്കാൻ പറ്റില്ല, ആ തിരുവാനുസരണം വന്ന് പോകാതിരിക്കാൻ പറ്റില്ല, രൂപതയിലൊരു പ്രോഗ്രാം വന്ന് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പം റെസ്റ്റ് എടുക്കാൻ മാത്രമല്ല, പല കമ്മിറ്റ്മെൻറ്റുകളും പല മേഖലയിലും ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പം ഇങ്ങനെയുള്ള കമ്മിറ്റ്മെൻറ്റുകൾ എല്ലാം മാറ്റിവെച്ചിട്ട് ഞാൻ കഴിഞ്ഞ മാസം കോട്ടയം സെമിനാരിൽ പോയി 1 വർഷത്തേക്ക് അച്ഛന്മാരെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ചില ആരോഗ്യ ഇഷ്യൂസ് കാരണം പോകാൻ പറ്റിയില്ല. പക്ഷേ അപ്പോൾ അതുകൊണ്ട് കൂട്ടിയാനിയച്ഛനാണ് നമ്മുടെ നേരത്തെ ഇവിടെ വന്ന് ക്ലാസ് എടുത്ത് പെൻറ്ററ്റൂക്ക് ക്ലാസ് എടുത്ത അച്ഛനാണ് ഇതിൻ്റെ ചാർജൊക്കെ. അപ്പം അച്ഛനെ വിളിച്ചപ്പം അച്ഛൻ പറഞ്ഞു, അത് ഞാൻ അറേഞ്ച് ചെയ്തോളാം, പാലത്തിങ്കലച്ഛൻ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ ഇവിടെ വരും. അത് മാത്രമല്ല, അച്ഛൻ നാളെ സ്റ്റാർട്സിൽ നമ്മുടെ അരുണച്ചൻ്റെ അടുത്ത് അവിടെ കുട്ടികൾക്ക് വേണ്ടി സെക്കൻഡ് സാറ്റർഡേ 1-2 മണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ക്ലബ് ചെയ്തുകൊണ്ട് അച്ഛൻ ഇവിടെ വന്നു. ഇന്ന് നേരത്തെ തന്നെ എത്തി, ട്രെയിൻ നേരത്തെ എത്തിച്ചു. അച്ഛൻ്റെ തീഷ്ണത തന്നെയാണ്, ട്രെയിൻ നേരത്തെ ഓടിയെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ വന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അച്ഛനെ നേരത്തെ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. എങ്കിലും പേഴ്സണലായിട്ട് അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പേഴ്സണലായിട്ട് നല്ല പരിചയമുള്ളതിനേക്കാളും കൂടുതൽ അടുപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായെന്നുള്ളതാണ്. അച്ഛൻ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമൂഹത്തിലും ആരോടും വളരെ സോഷ്യബിളായിട്ട് ഇടപെടുകയും അതുപോലെ തന്നെ വരുന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അധ്യാപനമായ കാര്യങ്ങൾ ചെയ്യാൻ വളരെ സന്തോഷമുണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെ അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്നു. അച്ഛൻ എല്ലാവരുടെയും പേരിൽ ഒരു മുൻ പരിചയം ഉള്ളതുപോലെ തന്നെയാണ് അച്ഛൻ്റെ ഇടപെടലുകൾ. അത് നമുക്കറിയാം, ക്ലാസ്സുകളിലും അതുപോലെ നമുക്ക് തിരിച്ചറിയാം. അപ്പം അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഈ കൂട്ടായ്മയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ഇത്രയും സ്നേഹനിധിയായ ഡൊമിനിക് അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ആദരണീയരായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് വലിയ സന്തോഷമായി. ഈ ഡൊമിനിക് അച്ഛൻ്റെ നാമഹേതുക തിരുനാൾ സെൻറ്റ് ഡൊമിനിക് ചൊവ്വാഴ്ചയായിരുന്നു, ഓഗസ്റ്റ് 8-ാം തീയതി. ആഘോഷിച്ചോ ഇവിടെ? ഇത്തിരി കാനനയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിശുദ്ധനാണ് കേട്ടോ. അച്ഛനത് ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. സെൻറ്റ് ഡൊമിനിക് OP എന്ന് പറഞ്ഞാൽ ദ ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ്, പ്രസംഗകരുടെ ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിച്ച ഒരു വലിയ വിശുദ്ധനാണ് സെൻറ്റ് ഡൊമിനിക്. പ്രീച്ചേഴ്സ്, പ്രീച്ച് ചെയ്യുക എന്ന് പറയുന്നത് വാട്ട് ടു പ്രീച്ച്, ദൈവത്തിൻ്റെ വചനം പ്രീച്ച് ചെയ്യണം. ദൈവവചനം അങ്ങനെ പ്രസംഗിക്കണമെങ്കിൽ അതിന് നിയമങ്ങളുണ്ട്. ഈസി, എന്താണ് നമ്മൾ പ്രീച്ച് ചെയ്യേണ്ടത്? ദ മിനിസ്ട്രി ഓഫ് വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനമാണ് പ്രീച്ച് ചെയ്യുന്നത്. അത് എന്തെല്ലാം? ദൈവത്തിൻ്റെ വചനം, ദ മിനിസ്ട്രി ടു ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് പ്രഭാഷണം, പിന്നെ കാറ്റഗിസിസ് അല്ലെങ്കിൽ വേദപാഠം. 3, പിന്നെ ക്രിസ്ത്യൻ ഇൻസ്ട്രക്ഷൻ, ക്രൈസ്തവ പ്രബോധനങ്ങൾ. ഇതൊക്കെയാണ് മിനിസ്ട്രി ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. കാനൂൻ നിയമത്തിൽ പറയുന്ന കാര്യം. ഇനി അതിൽ പ്രീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് പ്രീച്ച് ചെയ്യേണ്ടത്? ഹോമിലി അല്ലെങ്കിൽ ദൈവവചന സന്ദേശം, ദൈവബലി മധ്യേ നൽകപ്പെടുന്ന ആ സന്ദേശം, അതിനെ ആണ് ഹോമിലി എന്ന് പറയുക. യൂസി, അപ്പോൾ അങ്ങനെ ഹോമിലി എന്ന് പറയുമ്പോൾ എന്താണ് ഹോമിലി? ദൈവത്തിൻ്റെ വചനം അത് പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ കാനൂൻ നിയമത്തിൽ പറയുക, ഇറ്റ് ഈസ് ദ മിനിസ്റ്ററി ടു ദ മിസ്റ്ററീസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങൾ, അതോടൊപ്പം തന്നെ സന്മാർഗപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ദൈവജനത്തെ പ്രബോധിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഡൊമിനിക് സ്ഥാപിച്ച ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ്. അപ്പോൾ പ്രീച്ചിങ് അത് ദൈവവചന ശുശ്രൂഷയാണ്. അത് കാനൂൻ നിയമം അനുസരിച്ച് അധികാരമുള്ളവർക്ക് മാത്രമേ, മെത്രാൻ, വൈദികർ, ഡീക്കന്മാർ, അവർക്കാണ് പ്രത്യേകമായിട്ട് ഈ ഹോമിലി അല്ലെങ്കിൽ പ്രീച്ചിങ് ഡ്യൂറിങ് ദ ഹോളി മാസ്, കുർബാന മധ്യേക്ക് നൽകാനായിട്ട് സാധ്യതയുള്ളൂ. ഓക്കെ, അതൊരു ഒരു ഒരു അച്ഛൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അച്ഛനെ എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത അംഗമാണ്. കേൾക്കാൻ ഓക്കെ. ഒരിക്കൽ സംസ്ഥാന തലത്തിൽ ഒരു ക്വിസ് പ്രോഗ്രാം നടത്തുകയുണ്ടായി. അപ്പോൾ ക്വിസ് മാസ്റ്റർ ചോദിച്ചു, നിവർത്താൻ പറ്റാത്തതും ചുരുക്കാൻ പറ്റാത്തതുമായ കുട, ആ കുടയുടെ പേര് പറയുക. ഇതെങ്ങനെ നിങ്ങൾ ആ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുത്തായിരുന്നോ? സംസ്ഥാന തലത്തിൽ. അപ്പോൾ എല്ലാവർക്കും 1-ാം സമ്മാനം കിട്ടാനായിട്ട് അർഹതയുണ്ട്. സംസ്ഥാന തലത്തിൽ ചോദിച്ച ആ ചോദ്യമാണ്. യൂസി, എന്തൊരു അത്ഭുതകരമായിരിക്കുന്നു. ഞാൻ കരുതി നിങ്ങൾക്ക് ആർക്കും അറിയില്ലെന്നാണ്. ഒരിക്കലും ചുരുക്കാൻ പറ്റില്ല, ഒരിക്കലും നിവർത്താനും പറ്റില്ല. പണ്ടാരും വർഷകാലത്ത് അങ്ങ് കോട്ടയത്ത് ഒരു കടയിൽ ചെന്ന് കുട വാങ്ങാൻ പോയി. അപ്പോൾ കടക്കാരന് ചോദിച്ചു, കടക്കാരൻ ചോദിച്ചു എന്നാ കുട വേണ്ടത്? സെൻറ്റ് ജോൺ കുട വേണോ, പോപ്പി കുട വേണോ, സെൻറ്റ് ജോർജ് കുട വേണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്കൊരു ഇരിഞ്ഞാലക്കുട വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇരിഞ്ഞാലക്കുടയാണ് അങ്ങ് അതാണ്ട് സൂപ്പർ ഫാസ്റ്റ് ബസ്, അതിൽ കയറി നേരെ ചാലക്കുടിക്ക് പോകുക. അവിടെ ഇറങ്ങി ഏതെങ്കിലും കടയിൽ കയറിയാൽ നിങ്ങൾക്ക് ഇരിഞ്ഞാലക്കുട കിട്ടും. വിരിഞ്ഞ ആൽ കുട പോലെ വലിയൊരു ആലുണ്ട് ഇരിഞ്ഞാലക്കുട സെൻറ്ററിൽ. പള്ളിപ്പെരുന്നാളിൻ്റെ പ്രദക്ഷിണമായാലും കൂടൽമാണിക്യ ക്ഷേത്രോത്സവത്തിൻ്റെ ഘോഷയാത്രയായിരുന്നാലും ഒക്കെ ഈ വിരിഞ്ഞ ആൽ റോഡിൻ്റെ മധ്യേ നിലകൊള്ളുന്ന ആ ആലിൻ്റെ അടുത്തുകൂടെ സമീപത്തുകൂടെ പോകുന്ന എല്ലാ സമ്മേളനങ്ങളും അവിടെ നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു കാര്യം അച്ഛൻ പറയുണ്ടായി. കുടുംബജീവിതം നയിക്കുന്നവർ, സമർത്ഥ ജീവിതം നയിക്കുന്നവർ, പല തലങ്ങളിൽ വ്യക്തിഗതമായി പ്രക്ഷോഭിക്കുന്ന എല്ലാവരും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ കുടുംബജീവിതം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരിക്കലും വീണ്ടും കുടുംബ പ്രാർത്ഥന നടക്കുക.
അപ്പോൾ കാരണവർ പറഞ്ഞു നമുക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും മുട്ടുമേ നിൽക്കുക. അപ്പനും അമ്മയും 3 മക്കളും. 4 പേരും മുട്ടുകുത്തി. മൂത്ത മകൻ മുട്ടുകുത്തുന്നില്ല. അപ്പം അപ്പം ചോദിച്ചു, നീ എന്നാ അത്
അഞ്ചാമത്തേത് പാരമ്പര്യം. ഓക്കെ, 5 വലിയ സഭാ പാരമ്പര്യങ്ങൾ. നമ്മുടെ സീറോ മലബാർ സഭ ഏത് പാരമ്പര്യത്തിൽപ്പെട്ടതാണ്? പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. നമ്മുടെ ഇന്ത്യയിൽ സീറോ മലങ്കര സഭയുണ്ടോ? കത്തോലിക്ക സഭ അതേത് പാരമ്പര്യത്തിൽപ്പെട്ടതാണ്? അന്ത്യോക്യ. ഇനി നമുക്ക് ലത്തീൻ സഭയുണ്ട്. ഞാനിന്ന് ഉച്ചയ്ക്ക് ഇവിടെ യൂറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു അച്ഛൻ ഇവിടെ പറയുന്നു, ലത്തീൻ സഭയുടെ അച്ഛനാണ് തമിഴില്ലേ സംസാരിക്കുന്നത്? മലയാളം ഉണ്ടോ? ഇപ്പം ഇരിക്കുന്ന മലയാളം തന്നെ അറിയും. മലയാളം അറിയാതെ സംസാരം കേൾക്കും. രണ്ടും അറിയാം. വെരി ഗുഡ്. ഞാനിരുന്ന ഒരു പള്ളിയുടെ തൊട്ടടുത്ത് ചെറിയൊരു നടന്ന പള്ളിയുണ്ട്. ആ പള്ളിയിലേക്ക് ഈ വെള്ളിയാഴ്ചയിലും ധ്യാനാവസരത്തിലൊക്കെ കുമ്പസാരിക്ക് ഒരുപാട് ആളുകൾ ആ പള്ളിയിലേക്ക് വരും. എന്താ കാര്യം അറിയുമോ? തൊട്ട് മുന്നിൽ തീവണ്ടി പോകുന്നതാണ്. ഒരു മാത്രം തീവണ്ടിയുടെ അതിന് കടന്നു പോകുന്ന അറിയാമോ? തീവണ്ടി പോകുന്ന സമയത്ത് പറഞ്ഞു. അപ്പോൾ കുമ്പസാരിക്കാനുള്ളവരൊക്കെ ഈ പള്ളിയിലാക്കി സാധാരണ ഒരു രീതിയിലുണ്ട്. അപ്പോൾ ഒന്നിനും ഭാഷ അറിയില്ല, അല്ലെങ്കിൽ ചെവി കേൾക്കില്ല. രണ്ട് തരത്തിൽ അതിന് സംഭവിക്കുന്നത്. അങ്ങനെയൊന്നും ആകരുത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള 3 വ്യക്തിഗത സുയാജ്ഞാന സഭകൾ ലാറ്റിൻ, സീറോ മലബാർ, പിന്നെ സീറോ മലങ്കര. അപ്പോൾ സീറോ മലബാർ ശക്തായ പാരമ്പര്യത്തിൽപ്പെട്ടതാണ് സഭയുടെ നിയമമനുസരിച്ച്. സീറോ മലങ്കര അന്ത്യോക്യ സഭാ വിഭാഗത്തിൽ പെട്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സീറോ മലബാർ സഭ ഏത് വിഭാഗത്തിൽ പെടും? കത്തോലിക്ക സഭയിൽ പാത്രിയാർക്കൽ സഭകളുണ്ട്, മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ സഭകളുണ്ട്, മെത്രാപ്പോലിത്ത സഭകളുണ്ട്. നമ്മുടെ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ നമ്മുടെ സഭാ കൂട്ടായ്മയിൽ 6 പാത്രിയാർക്കൽ സഭകളുണ്ട്. 6 പാത്രിയാർക്കൽ സഭകൾ. ഏതൊക്കെയാണ് 6 പാത്രിയാർക്കൽ സഭകൾ? ഒന്ന് നേരത്തെ പറഞ്ഞ അലക്സാണ്ട്രിയൻ പാരമ്പര്യത്തിൽപ്പെട്ട പാത്രിയാർക്കൽ സഭയാണ് കോപ്റ്റിക് സഭ. കോപ്റ്റിക് അത് അലക്സാണ്ടർ പാരമ്പര്യത്തിൽ ഒന്ന്, അതൊരു പാത്രിയാർക്കൽ സഭയാണ്. രണ്ടാം അന്ത്യോക്യൻ സഭയിൽപ്പെട്ട ഒരു പാത്രിയാർക്കൽ സഭയാണ് മാറോണീത്ത സഭ. മാറോണീത്ത പാത്രിയാർക്കൽ സഭ, മാറോണീത്ത. ആ പാരമ്പര്യം തന്നെ പെട്ടതാണ് സിറിയൻ പാത്രിയാർക്കൽ സഭ. ഇപ്പോൾ ഒന്ന് മാറോണീത്ത, 2 സിറിയൻ. അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ 3 സഭകളായാലും ഇപ്പോൾ. ഇനി നമുക്ക് ആർമേനിയൻ സഭ, അതങ്ങനെ തന്നെ ആർമേനിയൻ പാത്രിയാർക്കൽ സഭ. മറ്റൊരു പാത്രിയാർക്കൽ സഭയാണ് ആർമേനിയൻ പാത്രിയാർക്കൽ സഭ. 4ആയല്ലോ. ഇനി 5ാമത്തേത് ഏതാണ്? ഈ ബൈസന്റീനിയൻ പാരമ്പര്യത്തിൽ മെൽക്കൈറ്റ് പാത്രിയാർക്കൽ സഭ, ഗ്രീക്ക് കത്തോലിക്ക സഭ. മെൽക്കൈറ്റ് പാത്രിയാർക്കൽ സഭ ബൈസന്റീനിയൻ പാരമ്പര്യത്തിൽ. 6ാമത്തേത് കൽദായ പാരമ്പര്യത്തിൽപ്പെട്ട കൽദായ പാത്രിയാർക്കൽ സഭ. അപ്പം അങ്ങനെ 6 പാത്രിയാർക്കൽ സഭകൾ നമ്മളുടെ ഈ കത്തോലിക്ക സഭ കൂട്ടായ്മയിലുണ്ട്. ഇനി മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ സഭ. ഇപ്പം നമ്മുടെ സഭ സീറോ മലബാർ, അത് മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ സഭയാണ്. അതേത് പാരമ്പര്യത്തിൽപ്പെട്ടതാണ്? കൽദായ പാരമ്പര്യത്തിലാണ്. ഇനി സീറോ മലങ്കര സഭ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ സഭയാണ്. അത് അന്ത്യോക്യൻ സഭ പാരമ്പര്യത്തിൽ പെട്ടപ്പോൾ 2ആയി. ഇനി 2 കൂടി ഉണ്ട്. അതേതായിരിക്കാം അറിയാമോ? ഏറ്റവും വലിയ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ സഭ യുക്രേനിയൻ സഭയാണ്. മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ യുക്രേനിയൻ സഭ. യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്ന കാര്യം അറിയാമല്ലോ. അവിടെ യുക്രേനിയൻ കത്തോലിക്ക സഭയുണ്ട്. അത് പക്ഷേ ബൈസന്റീനിയൻ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ സഭയാണ് യുക്രേനിയൻ. ഇപ്പോൾ 3ആയി. ഇനി 4ാമത്തേത് ബൈസന്റീനിയൻ പാരമ്പര്യത്തിൽ തന്നെ പെട്ട
പിന്നെ റൊമേനിയൻ സഭ, റോമൻ സഭയല്ല, റൊമേനിയൻ സഭ, റൊമേനിയ. അപ്പോൾ 4 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകളുണ്ട്. കൂടാതെ 5 മെത്രാപോളിത്തൻ സഭകളുണ്ട്, സ്വയാധികാര മെത്രാപോളിത്തൻ സഭകൾ. അത് മറ്റ് പല പാരമ്പര്യങ്ങൾ നമ്മൾ അത്രയും പൊതുവായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ നമ്മളുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ. ഇനി ഞാൻ പറയാൻ വന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മൾ തിയോളജി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പൈതൃകം, പാട്രിമണി. ഓരോ സഭയ്ക്കും നേരത്തെ പറഞ്ഞ പോലെ ലത്തീൻ സഭ ഉൾപ്പെടെ 24 സ്വയാധികാര വ്യക്തിഗത സൂയി യൂരിസ് ഇൻഡിവിഡ്വൽ ഓട്ടോണമസ് ചർച്ച് 24 എണ്ണം. ഓരോന്നിനും ഓരോ പൈതൃകമുണ്ട്. എൻ്റെ കുടുംബം പാരത്തിങ്കൽ കുടുംബമാണ്. എൻ്റെ തറവാട് ആ പാരത്തിങ്കൽ തറവാടാണ്. വിയാരിച്ചൻ്റെ വീട്ടുപേര് അയ്പ്പൻ പറമ്പിൽ, അദ്ദേഹത്തിൻ്റെ തറവാട് മറ്റൊന്നാണ്. അവർക്ക് അവരുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള പാരമ്പര്യങ്ങളും പതിവുകളും ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെതായിട്ടുള്ളതുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബം ആയിട്ട് ബന്ധപ്പെട്ട പാരമ്പര്യമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ 24 വ്യക്തിഗത സ്വയാധികാര സഭകളടങ്ങുന്ന കത്തോലിക്കാ സഭാ കൂട്ടായ്മയിൽ ഓരോ സഭയ്ക്കും വ്യത്യസ്തമായിട്ടുള്ള പൈതൃകങ്ങൾ, ദ വെനറബിൾ പാട്രിമണി, പൈതൃകം നമുക്കുണ്ട്. എന്താണ് ഈ പൈതൃകത്തിൻ്റെ അനിവാര്യമായ ഘടകങ്ങൾ? ഒരു പൈതൃകം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? അതിലൊന്നാണ് അവിടെ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത്, തിയോളജി, സഭയുടെ ദൈവശാസ്ത്രം. ഇപ്പം നെഹേമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് റിലീജിയസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സീറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ പൗരസ്ത്യ സഭകളുടെ ഒരു പാട്രിമണി, ആ പൈതൃകം, ആ ലെഗസി, ആ ഹെറിറ്റേജ്, ആ പൈതൃകം നമ്മൾ പഠിക്കണം, അറിഞ്ഞിരിക്കണം. സഭയിലെ നിയമത്തിൽ 28ാമത്തെ കാനോനയിലാണ് ഈ പൈതൃകത്തെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ സഭയുടെ നിയമത്തിൽ 28ാമത്തെ കാനോന. അപ്പോൾ തിയോളജി എന്ന് പറയുന്ന ഒന്നാണ്. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് സാധാരണ പറയുക? സഭാ കൂട്ടായ്മയിൽ ഓരോ സഭയുടെയും പൈതൃകത്തിൻ്റെ അമൂല്യമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ: 1 ആരാധനാക്രമം, 2 ദൈവശാസ്ത്രം. 1 ആരാധനാക്രമം, 2 ദൈവശാസ്ത്രം, 3 ആധ്യാത്മികത, 4 ശിക്ഷണക്രമം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ലിറ്റർജി, തിയോളജി, സ്പിരിച്വാലിറ്റി ആൻഡ് ഡിസിപ്ലിൻ. ഒരു കുടുംബത്തിൽ ഡിസിപ്ലിൻ വേണമെന്ന് വീട്ടുകാരനവർ, കുടുംബത്തിൻ്റെ തലവൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മകൻ വിഘടിച്ച് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ചു. അപ്പോൾ സഭയുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ് ഈ ഡിസിപ്ലിൻ. ഈസി. അപ്പോൾ ഈ നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ പല വിഷയങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ആദിമസഭയിൽ എന്താണ് ഡിസിപ്ലിൻ? ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ കൃത്യം ഇറ്റ് ഈസ് എൻ ഓർഡർ, ഒരു ക്രമം. അതാണ് ഡിസിപ്ലിൻ. സഭയിലൊരു ക്രമം വേണം, ഒരു ചട്ടം വേണം എന്ന് ഉള്ള ഒരു നിഷ്കർഷ ആദിമസഭയിൽ, പ്രത്യേകിച്ച് യഹൂദ മതത്തിൽ നിന്ന് പരിവർത്തനം സംഭവിച്ച് ക്രിസ്തുവിൻ്റെ അനുയായികളായി മാമോദീസ സ്വീകരിച്ച് വിശ്വാസികളായവർ, അപ്പോൾ ഒരു യൂദായോ പാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്തീയ പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ പാലിക്കേണ്ട ക്രമം,
അപ്പം അവിടെ ക്രമമുണ്ട്, ക്രമരാഹിത്യമുണ്ട്, ക്രമരഹിതമായിട്ടുള്ള പെരുമാറ്റ രീതികളുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ ആദിമസഭയിൽ സഭയുടെ അധ്യക്ഷന്മാർ ചില നിർദ്ദേശങ്ങൾ, ചില മാർഗനിർദ്ദേശങ്ങൾ, ചില ഗൈഡ് ലൈൻസ്, ചില ഡിറക്റ്റീവ്സ് ഒക്കെ നൽകിയിരുന്നു സഭയിൽ അച്ചടക്കം ഉണ്ടാകാൻ. അപ്പോൾ നോംസ് ഓഫ് ദ ചർച്ച്, നമ്മൾ ലോ എന്ന് പറയുന്നതിന് പകരം നോം ഓഫ് ദ ചർച്ച്, NORM, നോം. ഇനി അതുവഴി ഒരു ഓർഡർ, കാനൻ ലോ എന്ന് പറയുന്നതിന് പകരം ഒരു കാനോനിക്കൽ ഓർഡർ, ഒരു കാനോനികമായിട്ടുള്ളൊരു ക്രമമില്ലാതെ വരുമ്പോൾ അത് അക്രമമായിട്ട് മാറുന്നു, അച്ചടക്ക രാഹിത്യമായിട്ട് മാറുന്നു, ക്രമരഹിതമായിട്ട് രീതിയിൽ മാറുന്നു. അതൊരു പടി കൂടെ കടന്ന് അരാജകത്വത്തിലേക്ക് വരുന്നു. നാം നമ്മുടെ ചുറ്റുപാടും കണ്ടുപിടിക്കുക, എവിടെ വരെ എത്തി നിൽക്കുന്നു, എവിടെ വരെ എത്തി നിൽക്കുന്നു. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പൈതൃകം എന്ന് പറയുമ്പോൾ ലിറ്റർജി, തിയോളജി, സ്പിരിച്വാലിറ്റി ആൻഡ് ദ ഡിസിപ്ലിൻ. അതോടൊപ്പം 4 പ്രധാനപ്പെട്ട ഈ കാര്യത്തോടൊപ്പം ചേർന്ന് വരുന്നതാണ് ഹിസ്റ്ററി, അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഗതിവിഗതികൾ. ഈ പറഞ്ഞ 4 ഘടകങ്ങൾ ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിലൂടെ എങ്ങനെ പോയി. സീറോ മലബാർ സഭയുടെ ആദിമ നൂറ്റാണ്ട് മുതലുള്ള ചരിത്രങ്ങൾ ഒക്കെ പരിശോധിക്കുമ്പോൾ ചില ഗതിവിഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇന്നും തുടരുന്നു. അപ്പോൾ 5-ാമത്തെ ഒരു ഘടകം എന്ന് പറയാം ചരിത്രത്തിൻ്റെ ഗതിവിഗതികൾ. 6-ാമത്തേത് സാംസ്കാരികമായിട്ടുള്ള പരിതോവസ്ഥകൾ, സാംസ്കാരികമായിട്ടുള്ള സാഹചര്യങ്ങൾ, കൾച്ചറൽ സർക്കംസ്റ്റൻസസ്. അപ്പം 4-2 6 ഘടകങ്ങൾ ചേർന്നതാണ് നമ്മുടെ സഭയുടെ പൈതൃകം, ദ പാട്രിമണി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക. 6 കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു: തിയോളജി, ലിറ്റർജി, തിയോളജി, സ്പിരിച്വാലിറ്റി, ഡിസിപ്ലിൻ, ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. ഈ 6 ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു പാട്രിമണി അല്ലെങ്കിൽ ഒരു പൈതൃകം എന്ന് പറയും. ഈ പൈതൃകത്തിൻ്റെ ഒരു ഭാഗമാണ് തിയോളജി കോഴ്സ്, അല്ലെങ്കിൽ തിയോളജി പഠിക്കുക. തിയോളജിയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഡിസിപ്ലിൻ, കാനൻ നിയമം. അപ്പോൾ കാനൻ നിയമം എന്ന് പറയുന്നത് ഈ പൈതൃകത്തിൻ്റെ ഒരു ഭാഗമാണ്, ഒരു ഡിസിപ്ലിൻ, അച്ചടക്കം. AD 50 ജെറൂസലത്ത് ഒരു സൂരകദോസ് കൂടി. AD 50 1-ാം നൂറ്റാണ്ടിൽ 50-ാം ആണ്ടിൽ അപ്പസ്തോലന്മാർ കൂടി അപ്പോൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. നമുക്ക് ഇപ്രകാരം വേണം, വിജാബീർ ഇങ്ങോട്ട് വരുമ്പോൾ പരിച്ഛേദനം സ്വീകരിക്കണം എന്ന് ചിലർ നിഷ്കർഷിച്ചു. മറ്റു ചിലർ പറഞ്ഞു നോ. തർക്കമായി. പത്രോസും പൗലോസും കൂട്ടരൊക്കെ തർക്കങ്ങളായി. അവസാനം ഒരു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. പരിച്ഛേദനം സ്വീകരിച്ചാലും പരിച്ഛേദനം സ്വീകരിച്ചില്ലെങ്കിലും ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന കൃപാവരവും, ഇത് രണ്ട്, ദ ഗ്രേസ് ആൻഡ് ദ ഫെയ്ത്ത്, ഇത് രണ്ടാണ് പ്രധാനം എന്ന് അവിടെ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ ചുരുക്കത്തിൽ നിയമം എന്നുള്ളത് അത് അതിനാൽ തന്നെ ഒന്നുമല്ല. പിന്നെ നിയമത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ചില മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നിയമത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ചില മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കുക, ഈ കെട്ടിടം നമ്മളിപ്പോൾ ഇരിക്കുന്ന ഹാൾ, ഇതിന് 4 ചുമരുകളുണ്ട്, പിന്നെ ജനലുകളുണ്ട്. ഇപ്പോൾ നമ്മളത് അടച്ചിട്ടിരിക്കുകയാണ്. രാത്രി വാതിൽ അടയ്ക്കും, ബന്ധവസാക്കും. എന്തിനാണ്? ഇവിടെ ആയിരിക്കുന്നവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കണം. നമ്മൾ സ്വന്തം വീടുകൾ എടുക്കുക, ഓരോ കാലഘട്ടങ്ങളിലും നവീകരിച്ചും അത് കുറേ കൂടെ വികസിപ്പിച്ചും കുറേ കൂടെ ആധുനികമായും കുറേ അത്യന്താധുനികമായിട്ടും ഒക്കെ ആക്കി ചേർക്കുന്ന കുറേ കൂടെ സൗകര്യത്തോടു കൂടെ സുഗമമായ രീതിയിൽ അവിടെ താമസിക്കാൻ, അവിടെ ജീവിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും അടിസ്ഥാനപരമായ നമുക്ക് സംഗതി നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തിനും സംരക്ഷണം
കിട്ടണം, ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വേലിക്കെട്ട് പോലെ ആണ് ഈ നിയമങ്ങൾ. അപ്പോൾ നിയമം അതിനാൽ തന്നെ പിന്നെ അത്ര എന്താ പറയുക, പക്ഷേ നിയമം ആവശ്യമാണ്. ഈ ദ ഗ്രേസ്, ദ കാരിസംസ്, ചില സിദ്ധികൾ, അതുപോലെ മറ്റ് കൃപാവരങ്ങൾ, സ്നേഹം, മറ്റ് ഉന്നതമായ മാനവിക, ആത്മീയ, ദൈവിക മൂല്യങ്ങൾ സംരക്ഷിക്കാൻ നിയമങ്ങൾ ആവശ്യമാണ്. മനസ്സിലായി? അപ്പോൾ ഡിസിപ്ലിൻ ഇത് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ആദിമസഭയിൽ വെൻ യു വയലേറ്റ് ആൻ ഓർഡർ, ഒരു നിയമം തെറ്റിച്ചാൽ, ഒരു ക്രമം തെറ്റിച്ചാൽ, an ഓർഡർ അത് തെറ്റിപ്പോയാൽ അത് ഡിസോർഡറായി. ഓർഡർ തെറ്റിയാൽ ഡിസോർഡർ അല്ലേ? ആ ഡിസോർഡറാണ് ഇന്നത്തെ പല പ്രതിസന്ധികളും. വീട്ടിലൊരു കുടുംബത്തിൽ പ്രാർത്ഥനയുടെ നേരത്ത് ഒരാൾ ശീർഷാസനം ചെയ്യുമ്പോൾ അവിടെ ഒരു ക്രമരഹിതമായിട്ടുള്ള പെരുമാറ്റമാണ്. അപ്പോൾ ആ കുടുംബത്തിലെ അംഗങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു കല്ല് കടിക്കുന്ന ഒരു അനുഭവം. ദർ ഇസ് എ വയലേഷൻ ഓഫ് എൻ ഓർഡർ. അവിടെ ഒരു ലംഘനം ഉണ്ടായിരിക്കുന്നു, ആ ക്രമം തെറ്റിച്ചു. അപ്പോൾ അവിടെ ഒരു ഡിസോർഡർ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഡിസിപ്ലിൻ ഇനി എങ്ങനെയാണ് സഭയിൽ, ഞാൻ പറഞ്ഞല്ലോ 1-ാം നൂറ്റാണ്ടിൽ 50-ാം ആണ്ടിൽ ജെറൂസലത്ത് കൂടിയ സൂനകദോസിലൂടെ ചില നിയമങ്ങൾ, ഡിസിപ്ലിനറി നോംസ്, അച്ചടക്ക നിയമങ്ങൾ പള്ളിക്കകത്തും ജപാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും എപ്രകാരമാണ് നാം വ്യാപരിക്കേണ്ടത്, റൂൾ, കോണ്ടാക്ട്, ദ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റം എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വിശ്വാസികൾക്ക് പ്രത്യേക നിർദ്ദേശക തത്വങ്ങൾ, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഡിസിപ്ലിനറി നോംസ് ആദ്യം മുതലേ നൽകപ്പെട്ടിരുന്നു. അപ്പം അങ്ങനെ ആ ഡിസിപ്ലിൻ അത് രൂപപ്പെട്ട് കാലാന്തരത്തിൽ അത് ഈ പറഞ്ഞ പോലെ നിയമങ്ങൾ ആയിട്ട് മാറുന്നു. കാനോൻ നിയമം, കാനോൻ, നിങ്ങൾ കേട്ട് കാനോൻ നിയമങ്ങൾ എന്നതേ സംഭവം? കാനോൻ നിയമം, ആ വാക്ക് തന്നെ കാനൻ നിയമം, കാനോന നിയമം. എന്താ അതിൻ്റെ അർത്ഥം ആക്ച്വലി? ഇത് നേരത്തെ ക്ലാസ് ഉണ്ടായിരുന്നോ? ആരും പറഞ്ഞിട്ടുണ്ടോ ഈ ക്ലാസ്സിൽ? ശരിയായ ഉത്തരവാണല്ലോ. ഇത് എവിടെ നിന്ന് കിട്ടി? വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. കൃത്യമായ ഉത്തരവാണത്. ഇനി കാനോൻ, KANON, അത് ഗ്രീക്ക് വേർഡാണ്. KANON, കാനോൻ എന്നത് ഗ്രീക്ക് പദമാണ്. അതിൻ്റെ ലത്തീൻ പദമാണ് CANON, കാനോൻ. ഒരക്ഷരം മാറിയിട്ടുള്ളൂ, കെ എന്നുള്ളത് സി എന്നായി. ഇനി സുറിയാനിയിലാണെങ്കിലോ കാനോന, QANONA, കാനോന, QANONA, അത് സുറിയാനിയിൽ കാനോന. ഇനി സംസ്കൃതത്തിലോ ആർക്കറിയാം? ഒരു മെഷർ എന്ന് പറഞ്ഞല്ലോ, ഞാൻ അതിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ഗ്രീക്കായി, ലത്തീനായി, സുറിയാനിയായി, ഇംഗ്ലീഷിൽ കാനൻ, CANON, കാനൻ. സംസ്കൃതം നമ്മുടെ ഭാരതീയ ഭാഷയല്ലേ, സംസ്കൃതത്തിൽ എന്താ പറയുക? അത് പറഞ്ഞാൽ സമ്മാനം. വാനപ്രസ്ഥോ? ഇവിടെ എന്തോ പറഞ്ഞല്ലോ, സംസ്കൃതത്തിൽ ഒറ്റ വാക്ക്. ഇത് പറഞ്ഞാൽ വലിയൊരു സമ്മാനം നിശ്ചയമായിട്ടും. 1 2 ഞാൻ 10 എണ്ണി തീരുന്ന മുമ്പ് പറഞ്ഞാലേ സമ്മാനം കിട്ടുള്ളൂ. 1 2 3 4 5 6 7 8 9 10 സമ്മാനം അസാധുവായി, ലാപ്സായി. സംസ്കൃതത്തിൽ ധർമ്മശാസ്ത്രം, ആ സംസ്കൃത വാക്കാണ് അത്. ധർമ്മം കൊടുക്കുന്നത് അത് വേറെ കേട്ടോ. സക്കാത്ത് കൊടുക്കുക അതല്ല. സനാതന ധർമ്മ എന്ന് പറയില്ലോ, ഹിന്ദു സനാതന ധർമ്മ, അതിന് നിയമം എന്നാണ് അർത്ഥം. കാനൻ, ദ മെഷർ. ഇനി ഇതിൻ്റെ അക്ഷരാർത്ഥം കാനൻ, കാനോൺ, അതിൽ കാനോന ഓർ ധർമ്മ. പ്രത്യേകിച്ച് കാനോൻ എന്ന വാക്ക് ഒരു സെമിറ്റിക്
യൂതയോ സെമിറ്റിക് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. അതിനർത്ഥം റീഡ് എന്ന് പറഞ്ഞാൽ REED, റീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇംഗ്ലീഷിൽ? റീഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്, ഈറ്റ. നമ്മുടെ നാട്ടിൽ പറയുന്ന വാക്ക് ഈറ്റയ്ക്കാണ് റീഡ്. അപ്പോൾ റീഡ് അല്ലെങ്കിൽ റോഡ് എന്ന് പറഞ്ഞാൽ ROD, റോഡ് എന്ന് പറഞ്ഞാൽ വടി, റോഡ്. ഓർ റൂള്, നമ്മൾ കണക്കിൽ ഉപയോഗിക്കില്ല, ഒരു റൂള് ഓർ മെഷർ. അപ്പോൾ പദത്തിൻ്റെ ഉൽപ്പത്തി കാനോന ഈസി. ധർമ്മ എന്നൊക്കെ പറഞ്ഞാൽ റീഡ്, റോഡ്, റൂള് ഓർ മെഷർ, അളവുകോൽ, ഒരു മട്ടം എന്നൊക്കെ പറയാം. നമുക്കറിയാം തോമാശ്ലീഹയുടെ ചില പടങ്ങളിൽ ഒരു മട്ടം, ഒരു അളവുകോൽ കയ്യിൽ പിടിച്ചത് കാണും. എന്താ അതിൻ്റെ അർത്ഥം? ഒരു കയ്യിൽ കുന്തം കൊണ്ട് കുത്തപ്പെട്ട ആ ശൂലം കയ്യിൽ പിടിച്ച് കാണും, ഒരു മട്ടം കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇല്ലേ? വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് കാണും, മട്ടമുണ്ട്. വേറെ ചില ചിത്രങ്ങളിൽ മിനുസമുള്ള ഒരു വടി, വളഞ്ഞ ഒരു വടിയാണ്. ഇപ്പോൾ പുതിയൊരു പടമാണ്. ആ പുതിയൊരു പടം തോമാശ്ലീഹയുടെ കയ്യിൽ ശൂലത്തിന് പകരം നല്ല മിനുസമുള്ള വളഞ്ഞ ഒരു ഒരു വടി കയ്യിൽ കൊടുത്തിരിക്കുക. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? മട്ടം കൊടുത്തിട്ടുണ്ട് കയ്യിൽ, അളവുകോൽ. എന്തിനാ അത്? തോമാശ്ലീഹയായിട്ട് എന്താ ബന്ധം? അളവുകോലിൽ മട്ടം എന്തായിരിക്കാം? വെരി ഗുഡ്. നമ്മളൊക്കെ ചട്ടം അനുസരിച്ച് വേണം ജീവിക്കാൻ. അത് നല്ലൊരു വ്യാഖ്യാനമാണ്. പക്ഷേ തോമാശ്ലീഹയുടെ കയ്യിൽ ഈ മട്ടം കയ്യിൽ വരാനുണ്ടായ സാഹചര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു ഐതിഹ്യം എന്നും പറയുന്നു, ഒരു പാരമ്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തോമാശ്ലീഹ ഗുണ്ടഫറസ് രാജാവിൻ്റെ അരമനയിൽ ഒരു ആർക്കിടെക്റ്റ് ഒരു കൊട്ടാരം പണിയാനുള്ള കരാറ് ഏറ്റെടുത്തു. നിശ്ചിത കാലഘട്ടം കൊണ്ട് ആ പണി തീർക്കും. നിശ്ചിത കാലഘട്ടം കഴിഞ്ഞു, പിന്നെയും കഴിഞ്ഞു. എന്നിട്ട് കൊട്ടാരം കാണാനായിട്ട് രാജാവ് ആഗ്രഹിച്ചെങ്കിലും കൊട്ടാരം കാണാനില്ല. അപ്പോൾ തോമസ് എന്ത് പറഞ്ഞു? കറക്റ്റ്. തോമാശ്ലീഹ പാവങ്ങൾക്ക് വേണ്ടി, ഇദ്ദേഹം പണം കിട്ടിയല്ലോ, രാജാവിൻ്റെ ഇത് പണം കിട്ടി, അത് പാവങ്ങൾക്ക് വിതരണം ചെയ്തു. വലിയൊരു സൽക്കർമ്മം. അതുവഴി സ്വർഗത്തിൽ ഞാൻ ഭവനം പണിയുകയാണ്. ഞാൻ ഇന്നൊരു ദാനധർമ്മം ചെയ്യുമ്പോൾ, ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ, അതുവഴി ചെറു പറയും ഒരു സുഹൃതം, അത് സ്വർഗത്തിൽ ഞാനൊരു റോസാപ്പൂവ് സമ്പാദിക്കുകയാണ്. സ്വർഗത്തിൽ ഒരു റോസാപ്പൂവ്, എൻ്റെ ഒരു സുഹൃതം, ഒരു സൽക്കർമ്മം, ഒരു പരോപകാര പ്രവൃത്തി, ബിനാനുകമ്പ, an act of charity ഞാൻ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നു. കൊച്ചുത്രേസ്യ പുണ്യവതി അമ്മയോട് അത്താഴം കഴിഞ്ഞപ്പോൾ മടിയിലിരുന്ന് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞു, എന്താ അമ്മ മരിക്കാത്തേ? ദേഷ്യമൊന്നും, ഞാൻ മരിക്കണോ? ചെയ്കിട്ടത്തെ രണ്ടാം കൊടുത്തു. ഇളം പ്രായത്തിൽ അമ്മ മരിക്കാൻ നീ ഇത്ര ആഗ്രഹിക്കുന്നതിനാ? അപ്പം മകള് പറഞ്ഞു, അമ്മ മരിക്കാൻ വേണ്ടിയിട്ടല്ല, അമ്മ മരിച്ചാലല്ലേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം നേരത്തെ സ്വർഗത്തിലെത്തണമെങ്കിൽ നേരത്തെ മരിച്ചു പോകണ്ടേ? അതുകൊണ്ടാണ് കൊച്ചുത്രേസ്യ പറയുമായിരുന്നു, എനിക്ക് എത്രയും വേഗം മരിക്കണം. സ്വർഗീയ പർദീസായിൽ അങ്ങ് അറ്റത്ത് ഒരു മൂലയിലുള്ളൊരു പൂച്ചെടിയിൽ വിടർന്ന് വികസിച്ച് നിൽക്കുന്നൊരു പൂവിൽ അതൊരു കുഞ്ഞ് ഇതളായിട്ട് എനിക്ക് മാറിയാൽ മതി എന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ആ തിരുമുഖ ദർശന സൗഭാഗ്യത്തിലായിരിക്കുന്നതാണ്
എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം എന്ന് പറയും. അപ്പോൾ സ്വർഗോന്മുഖമായിട്ടുള്ള ഒരു ചിന്ത അവിടെ നാം കാണുന്നു. തോമാശ്ലീഹ അവിടെ ചട്ടം അനുസരിച്ച് ജീവിക്കാൻ എന്ന് പറയുമ്പോഴോ ആ മട്ടം, ആ അളവുകോല്, ആ മെഷർ, അത് അദ്ദേഹം ഒരു ദ ബിൽഡർ, ഒരു പണിക്കാരൻ. അപ്പോൾ ഒരു കൽപ്പണിക്കാരൻ എന്നുള്ള ഒരു ചിന്ത, ഭാവന വെച്ചുകൊണ്ടാണ് ചിത്രങ്ങളിൽ ഒരു മട്ടം കൊടുക്കുന്നത്. ഇനി ശൂലം മാറ്റി രക്തസാക്ഷിത്വത്തിൻ്റെ ആ ഉപകരണം എടുത്തു മാറ്റി നല്ല വളഞ്ഞ മിനിസ്റ്റർ വടി കയ്യിൽ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഒരു പ്രേക്ഷിതനാണ്, ഒരു സഞ്ചാരിയാണ്. ഗോ ടു ദ എൻഡ്സ് ഓഫ് ദ വേൾഡ്. ശിഷ്യന്മാർക്ക് ഉച്ചിതനായ യേശു നൽകിയ സന്ദേശം, നീ പോകുക എവിടത്തേക്ക്? അങ്ങ് അതിർത്തിയോളം, ലോകത്തിൻ്റെ അവസാനത്തോളം, അതിർത്തി വരെ സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുക, പോകുക. അയക്കപ്പെട്ടവൻ പ്രേക്ഷിതൻ, ഒരു പ്രേക്ഷിതൻ സഞ്ചാരിയാണ്. ഇപ്പോൾ സഞ്ചാരി എപ്പോഴും കയ്യിലൊരു ഗണ്ണ് ഉണ്ടാകും. അപ്പം അതിന് സൂചനയായിട്ടാണ് പിന്നെ പണ്ട് ആട്ടിടയന്മാർ 2 തരത്തിലുള്ള ഗണ്ണ് അവരുടെ കയ്യിലുണ്ട്. ഒന്നൊരു ശൂലം, മറ്റൊന്ന് ഇതുപോലെ വളഞ്ഞ ഒരു വടി. എന്താ അതിനർത്ഥം? പലസ്തീനയിൽ ഒരുപാട് ആട്ടിടയന്മാരുണ്ടായിരുന്നല്ലോ, ആടുകളെ വളർത്തിയവരാണല്ലോ. സിസ്റ്റർ, എന്താണ് ഈ 2 തണ്ട്? ഒന്ന് ശൂലം മൂർത്ത ഒരു ശൂലം, മറ്റൊന്ന് വളഞ്ഞ മിനുസമുള്ള ഒരു തണ്ട്. ആട്ടിടയന്മാർക്കൊക്കെ അതുണ്ടായിരുന്നു. എന്തിനാ? എങ്ങനെ? ശൂലം ആടിനെ പിടിക്കാൻ, ആടുകളെ ആക്രമിക്കാൻ വരുന്ന വന്യമൃഗങ്ങൾ, അവയെ കുത്തി മുറിപ്പെടുത്തി ഓടിക്കുക, അല്ലെങ്കിൽ കുത്തി കൊല്ലുക. വളഞ്ഞ വഴിക്ക് പോകുന്നവരുണ്ടല്ലോ, അതല്ല, വഴിതെറ്റിപ്പോകുന്നവർ, കൂട്ടം തെറ്റിയവരുണ്ടല്ലോ. ഒരർത്ഥത്തിൽ എളുപ്പവഴിയും വളഞ്ഞ വഴി. അങ്ങനെ വഴിതെറ്റിയവരെ ഈ വളഞ്ഞ വടി കൊണ്ട് വേദനിപ്പിക്കാതെ കൂട്ടത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന, അച്ചടക്കമില്ലാതെ ക്രമരഹിതമായിട്ട് തോന്നിവാസം ചെയ്യാൻ ലൈസൻസുമായിട്ട് നടക്കുന്ന ഇവരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ വേദനിപ്പിക്കാതെ, മുറിപ്പെടുത്താതെ കൂട്ടത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു ധണ്ണ്, അതാണ് ആട്ടിടയൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ പിതാവ് കാലാകാലങ്ങളിൽ ഇവിടെ മേജർ ആർച്ച് ബിഷപ്പും മെത്രാന്മാരും സിനോഡൊക്കെ ഉണ്ടായിട്ടും അഡ്മിനിസ്ട്രേറ്റർ, ഡെലഗേറ്റ് ഇവരൊക്കെ അയക്കുന്ന ഒരു പത്രത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? സഭയിൽ ക്രമം തെറ്റിച്ച് ക്രമരഹിതമായ പെരുമാറ്റം കാഴ്ചവെച്ചവരെ കൂട്ടത്തോട് ചേർക്കാൻ, ടു ഫെസിലിറ്റേറ്റ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഡിസിഷൻ ടേക്കൺ ബൈ ദ ഹോളി സിനഡ്. സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവർക്കെതിരെയും കുറ്റാരോപണങ്ങളും വ്യാജമായിട്ടുള്ള വാർത്തകളും പടച്ചുവിടുന്നു. ഓർക്കണം. അപ്പോൾ ഓർക്കുക, സഭയിൽ ക്രമവും അച്ചടക്കവും പാലിക്കുക. കുടുംബമെന്ന ആ ചെറിയ കൂട്ടായ്മ, ഗാർഹിക സഭയിൽ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇവർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ ആ കുടുംബാംഗങ്ങളുടെ നന്മയ്ക്കാണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പരം സഹായിച്ചും ശകാരിച്ചും സ്നേഹിച്ചും സഹിഷ്ണുത പാലിച്ചും വളരുന്ന ഒരു സ്വർഗോന്മുഖമായിട്ട് വളരുന്ന ഒരു സമൂഹമായിട്ട് തീരുന്ന അങ്ങനെയുള്ള കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് സഭ. അങ്ങനെയുള്ള വ്യക്തിഗത സ്വയാധികാര സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ നമുക്ക് അധികാരികളുണ്ട്, ദൈവദത്തമായ അധികാരമുണ്ട്, സുപ്രീം അതോറിറ്റി ഓഫ് ദി ചർച്ച്. ഇവിടെ തീരുമാനമാകാതെ വന്നതുകൊണ്ടാണ് മാർപ്പാപ്പ തന്നെ ഇതിൽ ഇടപെട്ട് വന്നിരിക്കുന്നത്. 274 കാനോന വീണ്ടും ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്തിനാണ് ഇവിടെ വരേണ്ട ആവശ്യം? ഇവിടെ മാത്രം, ഏത് സഭയിലും ആകട്ടെ, അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ 274 കാനോന പ്രകാരം അങ്ങനെയൊരു വകുപ്പുണ്ട്. എന്തിനാണ് അങ്ങനെയൊരു വകുപ്പിൻ്റെ ആവശ്യം? എന്തിനാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ? എന്തിനാണ് ഒരു ഡെലഗേറ്റ്? കാനോനിൽ പറയുന്നു, ഫോർ സ്പെഷ്യൽ ആൻഡ് സീരിയസ് റീസൺസ്. പരിശുദ്ധ മാർപ്പാപ്പ ആവശ്യാനുസരണം
മാർപ്പാപ്പ ഇങ്ങനെ ഡെലഗേറ്റിനെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ നിയമിക്കുന്നു ഡ്യൂ ടു സം സ്പെഷ്യൽ ആൻഡ് സീരിയസ് റീസൺസ്. വളരെ പ്രത്യേകമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ അത് സേവേ പ്ലേന ഓർ സേവേ വക്കാന്തേ, സി ഓക്യുപ്പൈഡ് ആകാം ഓർ അൺഓക്യുപ്പൈഡ് ആകാം, വേക്കൻ്റ് ആകാം. ഇവിടെ സി വേക്കൻ്റ് അല്ല, ഓക്യുപ്പൈഡ് ആണ്. നമ്മുടെ ഇപ്പോൾ ഈ എറണാകുളം അതിരൂപതയുടെ രൂപതാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് ആരഞ്ചേരി പിതാവാണ്, അതിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അധികാരം തൽക്കാലത്തേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റർ, നമ്മുടെ പ്രോവിൻസിൻ്റെ ഹെഡായിരിക്കുന്ന ആനുസ്ഥാനത്തെ പിതാവ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും ഭരണം നടത്തുന്നു. അദ്ദേഹത്തിനും സാധിക്കാത്ത ചില കാര്യങ്ങൾ മനസ്സിലായപ്പോൾ മാർപ്പാപ്പ ഒരു ഡെലഗേറ്റിനെ പറഞ്ഞു വച്ചിരിക്കുന്നു. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കുർബാന ഏകീകരിച്ച കുർബാന അർപ്പണത്തിന് തടസ്സമായ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ആ സിനഡിൻ്റെ തീരുമാനത്തിലേക്ക് ഇവരെ കൊണ്ടുവരാൻ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഡെലഗേറ്റ് പറഞ്ഞു വച്ചിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ഒരു അച്ചടക്കം, ഒരു ക്രമം, ഒരു ഓർഡർ സഭയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് റീഡ് റോഡ് റൂൾ ഓർ മെഷർ എന്താണ്? ക്രമവും ഒരു അളവ്, ഒരു ചിട്ട, എല്ലാം അച്ചടക്കം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. മനസ്സിലായി? അപ്പോൾ കാനൻ നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും പ്രകാരമാണ്. ഇനി എങ്ങനെയാണ് ഈ നിയമങ്ങൾക്കുണ്ടാകുന്നത്? ഈ നിയമങ്ങൾ നേരത്തെ പറഞ്ഞ 50-ാം ആണ്ട് കഴിഞ്ഞു, പിന്നീട് നൂറ്റാണ്ടുകളിൽ എക്യുമെനിക്കൽ സൂനകദോസ് അല്ലെങ്കിൽ സാർവത്രിക സൂനകദോസുകൾ, പ്രാദേശിക കൗൺസിലുകൾ, സഭാപിതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ, അങ്ങനെയുള്ള രീതികളിലൂടെ രൂപപ്പെട്ട കാനോനുകൾ, കാനൻസ്, ഈ പറഞ്ഞ റൂൾസ് ഓഫ് കോണ്ടക്ട്, ഓഫ് ഡിസിപ്ലിൻ, അതെല്ലാം ആയി വരുന്ന അങ്ങനെയാണ് ഇത് രൂപപ്പെട്ടത്. അങ്ങനെ രൂപപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ ലത്തീൻ സഭ നമുക്കുണ്ട്, നമുക്കതുപോലെ തന്നെ പൗരസ്ത്യ സഭകളുണ്ട്. ഇനി ലത്തീൻ സഭയ്ക്ക് ഒരു നിയമസംഹിതയുണ്ട്. ലത്തീൻ സഭയുടെ നിയമസംഹിതയ്ക്ക് പറയുന്നതാണ് ഈ കോഡ് ഓഫ് കാനൻ ലോ, CODE, അതാണ് കോഡ് ഓഫ് കാനൻ ലോ, CANON, കാനൻ, then LAW, കോഡ് ഓഫ് കാനൻ ലോ. അതാണ് ലത്തീൻ സഭയുടെ കാനൻ നിയമം, കാനൻ നിയമ സംഹിത. ഇനി പൗരസ്ത്യ സഭകൾക്ക് ഒരു നിയമസംഹിതയുണ്ട്, അതിൻ്റെ പേരാണ് കോഡ് ഓഫ് കാനൻസ് ഓഫ് ദ ഓറിയൻ്റൽ ചർച്ചസ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ചർച്ചസ്. ദ കോഡ്, CODE, ദ കോഡ് ഓഫ് കാനൻസ്, CANONS, കാനൻസ് ഓഫ് ദ ഈസ്റ്റേൺ ചർച്ചസ് ഓർ ഓറിയൻ്റൽ ചർച്ചസ്. അപ്പം അങ്ങനെ നമ്മുടെ സഭയിൽ 2 നിയമ സംഹിതകളുണ്ട്. ലത്തീൻ സഭ ഒരു പാരമ്പര്യം, പൗരസ്ത്യ സഭകളുടെ പ്രത്യേക പാരമ്പര്യം. പൗരസ്ത്യ സഭകൾക്ക് 23 പാരമ്പര്യങ്ങളുടെ കൂട്ടായ്മയാണ്. ലത്തീൻ സഭയ്ക്കാണെങ്കിൽ ഒരൊറ്റ പ്രത്യേക ലത്തീൻ പാശ്ചാത്യ പാരമ്പര്യം, നമ്മുടേത് പൗരസ്ത്യ പാരമ്പര്യം. 2 പ്രത്യേക നിയമസംഹിതകളുണ്ട്. ഓക്കെ, ഈ 2 നിയമസംഹിതകൾ 2 ഉണ്ടെങ്കിലും ഒരൊറ്റ സഭ, ഒരൊറ്റ കത്തോലിക്ക സഭ, അത് 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മ, ദ ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തു സ്ഥാപിച്ച ദൈവസ്ഥാപിതമായിട്ടുള്ള ആ സഭ, യേശുവിൻ്റെ തുടർച്ചയാണ് സഭ. ആ തുടർച്ചയായ സഭ എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധ തൃത്വം പോലെ, പരിശുദ്ധ തൃത്വം എന്ന് പറയാൻ ഒരു ദൈവം, ഒരു ദൈവത്തിൽ 3 ആളുകൾ, വൺ ആൻഡ് മെനി, അനേകം ദൈവങ്ങളില്ല. അതാണ് അത്തനേഷ്യസിൻ്റെ വിശ്വാസ പ്രമാണത്തിൽ പിതാവ് ദൈവമാകുന്നു, പുത്രൻ ദൈവമാകുന്നു, പരിശുദ്ധാത്മാവ് ദൈവമാകുന്നു. എന്നാൽ 3 ദൈവങ്ങളില്ല, ഒരു ദൈവത്തിൽ 3 ആളുകൾ. അത് സൃഷ്ടികർമ്മമാകട്ടെ, രക്ഷാകര കർമ്മമാകട്ടെ,
പരിത്രാണ അല്ലെങ്കിൽ പവിത്രീകരണ കർമ്മമാകട്ടെ ദ മോസ്റ്റ് ഹോളി ട്രിനിറ്റി, പരിശുദ്ധ തൃത്വം അവിടെ സന്നിഹിതമാണ്. അപ്പോൾ ഒരു ദൈവിക കൂട്ടായ്മയാണ്. ഈ ദൈവിക കൂട്ടായ്മയുടെ ഒരു റിഫ്ലക്ഷനാണ്, ഒരു മോഡലാണ് ഈ സഭ എന്ന് പറയുന്നത്. ഒരു സഭ, പക്ഷേ അത് അനേക വ്യത്യസ്തമായിട്ടുള്ള പാരമ്പര്യങ്ങളിലൂടെ, നേരത്തെ പറഞ്ഞ വിവിധ പൈതൃകങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവ കത്തോലിക്ക സഭ ആയിട്ട് തുടരുന്നു. ഇനി വീണ്ടും 2 നിയമസംഹിതകളെന്ന് പറഞ്ഞല്ലോ, ഡിസിപ്ലിൻ. 2 നിയമസംഹിതകളെക്കുറിച്ച് അന്തരിച്ച ദിവംഗതനായ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ വന്നത് എന്നാണെന്ന് അറിയാമോ? 1986 ഏതാ ശരി? 86 ശരി. 85 ഞാൻ പട്ടം സ്വീകരിച്ചത്. ഓർത്തിരിക്കാൻ എനിക്ക് എളുപ്പമുണ്ടല്ലോ. 85 ഞാൻ പട്ടം സ്വീകരിച്ചു, 86 മാർപ്പാപ്പ വന്നു. ഒരു സന്തോഷം പറയട്ടെ, കൂട്ടത്തിൽ 1986 മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഇന്ത്യയിൽ കത്തോലിക്ക മെത്രാന്മാർ പരിശുദ്ധ മാപ്പായുടെ ഉള്ള ആദരവ് പ്രമാണിച്ച് മാർപ്പാപ്പ ഇന്ത്യയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ഏതാനും ദിവസങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആൺകുഞ്ഞാണെങ്കിൽ ജോൺ പോൾ എന്നും പെൺകുഞ്ഞാണെങ്കിൽ ഒരു പേര് നിർദ്ദേശിച്ചു. ആ പേരാർക്കെങ്കിലും അറിയാമോ? ആൺകുഞ്ഞാണെങ്കിൽ ജോൺ പോൾ മാർപ്പാപ്പയുടെ പേര്, പെൺകുഞ്ഞാണെങ്കിൽ എന്ത് പേരാണ് ഇടേണ്ടത്? എഴുതിടും, എന്ത് പേരിടും? മാമൂസിക്ക് മാഷ്ക്കറിയാം. എന്താകാം? എന്തായിരുന്നു? ഒരു പേരുണ്ട്, അത് നിങ്ങൾക്കറിയാമുള്ള പേരാ, പരിചയമുള്ള പേരാ, ഒരു പെൺകുട്ടിയുടെ പേരാണ്. ആരാ? അറിയില്ല? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മേരി. അത് മാതാവിന് ഈശോയുടെ അമ്മയുടെ പേരല്ലേ? അത് നല്ല പേരാ, പക്ഷേ ചെറിയ വ്യത്യാസമുള്ളൂ. ഈശോയുടെ അമ്മയുടെ പേരല്ല, മാർപ്പാപ്പയുടെ അമ്മയുടെ പേരാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പേര് എമിലി എന്ന് കേട്ടിട്ടില്ലേ? EMILY, എമിലി. അപ്പോൾ പെൺകുഞ്ഞാണെങ്കിൽ എമിലി എന്ന പേര് ഇടാനായിട്ട് നിർദ്ദേശിച്ചു. പക്ഷേ നിങ്ങൾ ദൈവരാജ്യത്തിൽ നിന്ന് വളരെ അകലെയല്ല, കർത്താവിൻ്റെ അമ്മയുടെ പേര് പറഞ്ഞു. കർത്താവിൻ്റെ ഭൂമിയിലെ വികാരിയാണ് മാർപ്പാപ്പ. അപ്പം ചെറിയ വ്യത്യാസമല്ലേ പേര് വന്നിട്ടുള്ളൂ. ഇനി വീണ്ടും ഒരു സന്തോഷം, എൻ്റെ പട്ടം 85 ഡിസംബർ 26 അപ്പോൾ എൻ്റെ പട്ടം കൂടാൻ ആഗ്രഹിച്ച്, എൻ്റെ ഇടവത്തിൽ ആദ്യത്തെ പട്ടം. അപ്പോൾ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നതാണ് ദിവസം. അപ്പം എൻ്റെ ഒരു കസിൻ, അതായത് എൻ്റെ വല്യപ്പൻ്റെ ഒരു മകൻ, ആ മകനും കുടുംബവും ഇവരൊക്കെ ആഗ്രഹിച്ചിരിക്കുക, വീട്ടുകാരൊക്കെ. പക്ഷേ മകൻ കല്യാണം കഴിച്ച് ഭാര്യയുടെ പ്രസവത്തിൻ്റെ സമയമായി, ആശുപത്രിയിൽ അഡ്മിറ്റായി. ആ സ്ത്രീ പ്രസവിക്കാൻ കണ്ടത് ഈ 26 അതേ ദിവസം. അപ്പോൾ അവർക്ക് പട്ടം കൂടാൻ വരാൻ പറ്റിയില്ല, അവരെല്ലാവരും ആശുപത്രിയിലോ. എന്ത് സംഭവിച്ചു? ആ ജനിച്ച ആൺകുട്ടി അവനിപ്പോൾ വയസ്സ് 38. കാരണം 1955 ഡിസംബർ 26 ഡിസംബർ 26, 26 ഡിസംബർ മാസം ആകാനുള്ളൂ. 38 വയസ്സ് ആകാൻ പോകുന്നു. ഓക്കെ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, സഞ്ചരിക്കുന്ന പാപ്പ, പുഞ്ചിരിക്കുന്ന പാപ്പ, വലിയ മഹാനായ പാപ്പ, വിശുദ്ധനായ പാപ്പ. എനിക്കൊരു സന്തോഷമുണ്ട്, 3 പ്രാവശ്യം പരിശുദ്ധപിതാവിനെ കാണാൻ റോമിൽ വെച്ച് പഠിക്കുന്ന കാലത്ത് അവസരമുണ്ടായി. ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് അവസരമുണ്ടായി. അതിന് മുൻപ് 86 വന്നപ്പോൾ ഞാൻ ഇരിഞ്ഞാൽ അമ്പഴക്കാട് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അമ്പഴക്കാട് പള്ളിയിലെ കൊച്ചച്ഛനായിരുന്നു. അപ്പോൾ തൃശ്ശൂർ മാർപ്പാപ്പ വന്നപ്പോൾ മാർപ്പാപ്പയെ കാണാൻ അന്ന് കൊച്ചച്ഛനും അവിടുന്ന് ആൾക്കാരും കൂടെ അതിരാവിലെ പുലർച്ചെ തൃശ്ശൂർ ശക്തമ്പരാ മൈതാനത്തിൽ അവിടെ നേരത്തെ എത്തി മാർപ്പാപ്പയെ കാണാൻ സാധിച്ചു. ഓക്കെ. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്
ഈ ലത്തീൻ സഭയുടെ നിയമസംഹിതയും അതുപോലെ പൗരസ്ത്യ സഭയുടെ നിയമസംഹിതയും പ്രസിദ്ധം ചെയ്തത്. മാർപ്പാപ്പ അതിന് ഉദാഹരണം പറഞ്ഞു. 2 നിയമസംഹിതകൾ എന്താണ് ആവശ്യമാണ്. ലത്തീൻ സഭാ പാരമ്പര്യമുണ്ടല്ലോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകം മുഴുവൻ ഏറ്റവും അധികം ലത്തീൻകാരാണ്. 1 ബില്യൺ അതിനേക്കാളധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സീറോ മലബാർ സഭയിൽ ഇപ്പോൾ 50 ലക്ഷം വിശ്വാസികളാണ്. കേരളത്തിലും ഇന്ത്യയിലും വിദേശങ്ങളിലൊക്കെ ആയിട്ട് സീറോ മലബാർ സഭയ്ക്ക് 35 രൂപതകളാണ്. സീറോ മലബാർ സഭയ്ക്ക് 35 രൂപതകളിൽ 31 ഇന്ത്യയിലും 4 വിദേശത്തുള്ള സീറോ മലബാർ രൂപതകൾ. 1 മെൽബൺ ഓസ്ട്രേലിയ, ഗ്രേറ്റ് ബ്രിട്ടനിൽ പ്രസ്റ്റൺ, 2 അമേരിക്കയിൽ ചിക്കാഗോ, 3 ഇനി ഏതൊന്നും കൂടി ഉണ്ടല്ലോ, 4 മെൽബൺ, ചിക്കാഗോ, ഗ്രേറ്റ് ബ്രിട്ടൻ, കാനഡയിലെ മിസിസാഗ, അമേരിക്കയിലെ ചിക്കാഗോ, ഓസ്ട്രേലിയയിലെ മെൽബൺ, ഗ്രേറ്റ് ബ്രിട്ടനിലെ പ്രസ്റ്റൺ. 4 വിദേശ രാജ്യങ്ങളിൽ സീറോ മലബാർ രൂപത. ആ 4 ഉൾപ്പെടെ മൊത്തം 35 രൂപതകളാണ് സീറോ മലബാർ സഭയിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ സഭ ഈ 23 വ്യത്യസ്ത സഭകൾ ഉള്ള പൗരസ്ത്യ സഭാ കൂട്ടായ്മ ലത്തീൻ സഭയ്ക്ക് ഇപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക 2 വ്യത്യസ്ത നിയമസംഹിതകൾ. അതിന് മാർപ്പാപ്പ പറയുന്നു, ചേച്ചി എങ്ങനെയാണ് ഇതേക്കുറിച്ച് മാർപ്പാപ്പ പറയുന്നത്? ചർച്ച് in one spirit breathes as though with the 2 lands, that is east and west. എന്ന് പറഞ്ഞാൽ സഭ 2 ശ്വാസകോശങ്ങൾ ഉപയോഗിച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെയാണ് സഭയിൽ 2 നിയമസംഹിതകൾ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വായു, പ്രാണവായു നാം സ്വീകരിക്കുന്നത് 2 ശ്വാസകോശങ്ങൾ വഴിയാണ്. ആ 2 ശ്വാസകോശങ്ങളാണ് ലത്തീൻ നിയമസംഹിതയും പൗരസ്ത്യ നിയമസംഹിതയും. 2 വേണം. 2 പാരമ്പര്യങ്ങളും ആഗോള കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃകം തന്നെയാണ്. വ്യത്യസ്ത സഭകൾക്ക് വ്യക്തിഗതമായിട്ടുള്ള സഭാ പാരമ്പര്യങ്ങളും പൈതൃകങ്ങളുണ്ടെങ്കിലും അതെല്ലാം സാർവത്രിക സഭയുടെ പൊതു സ്വത്താണ്. അപ്പോൾ ഒന്നാമത്തെ സാദൃശ്യം 2 lungs, 2 ശ്വാസകോശങ്ങൾ പോലെയാണ് 2 നിയമസംഹിതകൾ. മറ്റൊരു സാദൃശ്യം അതേ മാർപ്പാപ്പ തന്നെ പറയുന്നു, the church with the love of Christ burns in one heart having 2 ventricles. ക്രിസ്തുവിലുള്ള സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ഒരു ഹൃദയമാണെങ്കിലും 2 അറകൾ ഉണ്ട്. ഹൃദയത്തിന് 2 അറകളുണ്ട്. അതിനാണ് വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത്. 2 അറകളുള്ള ഒരു ഹൃദയം ക്രിസ്തുവിലുള്ള സ്നേഹം കൊണ്ട് ജ്വലിക്കുന്നത് പോലെ സഭയിൽ 2 നിയമസംഹിതകൾ. അത് തീർച്ചയായിട്ടും സഭയാകുന്ന ശരീരത്തിൽ ക്രിസ്തുവിലുള്ള ആ സ്നേഹം കൊണ്ട് ജ്വലിക്കുന്നു. എത്രയോ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം അത് പൊതു നിയമസംഹിതകളാണ്. ഇനി പ്രത്യേക നിയമസംഹിതകളുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, പൗരസ്ത്യ സഭകൾ നമുക്കാകെ 23. മാർപ്പാപ്പ 1990 പൗരസ്ത്യ കാനോന സംഹിത, കാനൻ നിയമസംഹിത, ദ കോഡ് ഓഫ് കാനൻസ് ഓഫ് ദ ഈസ്റ്റേൺ ചർച്ചസ് 1990 മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ആ നിയമം അങ്ങ് വിളംബരം ചെയ്ത് പ്രസിദ്ധീകരിച്ചപ്പോൾ മാർപ്പാപ്പ ഇതൊരു പൊതു നിയമസംഹിതയാണ്,
പൗരസ്ത്യ സഭകളായിരിക്കുന്ന 23 വ്യത്യസ്ത പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള പൊതു നിയമസംഹിതയാണ് ഇത്. ഓരോ പൗരസ്ത്യ സഭയ്ക്കും പ്രത്യേകം നിയമസംഹിത നിങ്ങൾ എത്രയും വേഗം ഉണ്ടാക്കണം. പ്രത്യേക നിയമസംഹിത, എ പർട്ടിക്കുലർ ലോ. നേരത്തെ പറഞ്ഞത് കോമൺ ലോ. ഇപ്പോൾ ഓരോ സഭയ്ക്കും പ്രത്യേക നിയമസംഹിത വേണം. അതുകൊണ്ടാണ് സീറോ മലബാർ സഭയ്ക്ക് ഇന്ത്യയിൽ, അതുപോലെ സീറോ മലങ്കര സഭയ്ക്കും പ്രത്യേക നിയമസംഹിതയുണ്ട്. സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമം പർട്ടിക്കുലർ ലോ 2003 പ്രസിദ്ധീകരിച്ചത്. സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമം 2003 പ്രസിദ്ധീകരിച്ചു. അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആരാണെന്നറിയാമോ? മാർപ്പാപ്പ അല്ല, മേജർ ആർച്ച് ബിഷപ്പാണ് അത് വിളംബരിച്ചത്, പ്രസിദ്ധീകരിച്ചത് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി. സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമം അന്ന് പ്രസിദ്ധീകരിച്ച് 2003 മേജർ ആർച്ച് ബിഷപ്പ് ആരായിരിക്കും? ഇന്നിപ്പോൾ 2023, 20 കൊല്ലം മുൻപ് 2003 നമ്മുടെ പ്രത്യേക നിയമം പ്രസിദ്ധീകരിച്ച മേജർ ആർച്ച് ബിഷപ്പിൻ്റെ പേര് ആൻ്റണി പയ്യപ്പള്ളി അല്ല, ആൻ്റണി പടിയറ പിതാവ്. നല്ല പിതാവാണ്. ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പാണ്. പക്ഷേ ഉത്തരം തെറ്റ്. ആൻ്റണി ആലപ്പാട്ടോ? ആരാ? ആലഞ്ചേരി പിതാവ് ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹം 2011 മേജർ ആർച്ച് ബിഷപ്പ് ആയുള്ളൂ. 2003 ആരാ? മാർ വർക്കി വിധേയത്തിൽ പിതാവ്. അപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് വർക്കി വിധേയത്തിൽ പിതാവാണ് 2003 സീറോ മലബാർ സഭയുടെ ആ നിയമം പ്രസിദ്ധീകരിച്ചത്. ഓക്കെ. 2012 സീറോ മലങ്കര സഭയുടെ പ്രത്യേക നിയമം പ്രസിദ്ധീകരിച്ചത്. 2012 സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ പ്രത്യേക നിയമം പ്രസിദ്ധീകരിച്ചു. 2012 സീറോ മലങ്കര സഭയുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആരാ? ക്ലീമിസ്, ബസേലിയസ് മാർ ക്ലീമിസ് കാതോലിക്ക ബാവ മേജർ ആർച്ച് ബിഷപ്പ്, കർദിനാളാണ് ക്ലീമിസ് പിതാവ്. പക്ഷേ 2012 ഇപ്പോഴത്തെ മേജർ ആർച്ച് ക്ലീമിസ് പിതാവല്ലായിരുന്നു. അന്ന് സിറിൽ മാർ ബസേലിയോസ്, അദ്ദേഹം ദിവംഗതനായി. സിറിൽ മാർ ബസേലിയോസ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സീറോ മലബാർ സഭയിൽ 20 കൊല്ലം മുൻപ് ഈ 2003 ഈ പ്രത്യേക നിയമം പൊതുവായിട്ട് ഒരു രൂപത്തിൽ എല്ലാ ഭാഗങ്ങളും ചേർത്ത് തയ്യാറാക്കിയെങ്കിലും 20 കൊല്ലം പിന്നിട്ടപ്പോൾ ഇപ്പോൾ അത് പരിഷ്കരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. 20 വർഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, നമ്മുടെ സീറോ മലബാർ സഭയിലുണ്ടായിട്ടുള്ള പ്രത്യേക മാറ്റങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നൂതനമായ ദൈവശാസ്ത്ര ചിന്താധാരകളും അജപാലന ആവശ്യങ്ങളും സാമൂഹികമായിട്ട് പ്രത്യേകതകളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് കാലോചിതമായിട്ട് ഒരു പരിഷ്കരണം, അത് കഴിഞ്ഞ 2 വർഷം മുൻപ് ആ പരിഷ്കരണം ആരംഭിച്ചു കഴിഞ്ഞു, റിവിഷൻ. ഓക്കെ. ഇനി മറ്റൊരു പ്രത്യേകത, ഇതൊക്കെ 2003 ആയെങ്കിലും നമ്മുടെ പള്ളിയോഗം, വ്യവസ്ഥാപിതമായ രീതിയിലുള്ള പള്ളിയോഗം അതിനുള്ള റൂൾസ് പ്രൊസീജിയർ ഉണ്ടാക്കി. അത് 1998 തന്നെ ഉണ്ടാക്കി. അതുണ്ടായതിൻ്റെ 25-ാം വർഷമാണിത്, 2023. ഇപ്പം നമ്മുടെ സഭയിലുണ്ടായ ആദ്യത്തെ പ്രത്യേക നിയമം പിന്നെ പള്ളിയോഗ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട പള്ളിയോഗം പ്രൊസീജിയർ റൂൾസ്, പള്ളിയോഗ നടപടിക്രമങ്ങൾ 1998 രൂപപ്പെട്ടു. അപ്പം നടപടിക്രമം എങ്ങനെയാണ് പള്ളിയോഗം വിളിച്ചു കൂട്ടേണ്ടത്, പള്ളിയോഗത്തിൻ്റെ നടത്തിപ്പ് എങ്ങനെയാണ്, പള്ളിയോഗത്തിൻ്റെ തീരുമാനങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, സമ്മേളനത്തിൻ്റെ പ്രവർത്തന ശൈലി എന്തായിരിക്കണം, അതിൽ അംഗങ്ങളുടെ യോഗ്യതകളും അയോഗ്യതകളും എന്താണ്, അതേക്കുറിച്ച് തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പീൽ പോകാൻ പറ്റൂ, അപ്പീലുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്, തുടർന്നുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള സവിസ്തരമായിട്ട് പ്രതിപാദിക്കുന്ന കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം
ഉണ്ട് ഈ പള്ളിയോഗ നടപടി ക്രമങ്ങൾ. അതും പരിഷ്കരണ വിധേയമായി. നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ ഇടവയിലൊക്കെ പള്ളിയോഗമില്ലേ? നിങ്ങളൊക്കെ കൈകാരന്മാരാരെങ്കിലും ഇവിടെ ഉണ്ടോ? കൈകാരന്മാർ ശുശ്രൂഷ ചെയ്തവരുണ്ടോ? എങ്ങനെയുണ്ട്? ബഹളമുണ്ടോ യോഗത്തിൽ? പള്ളിയോഗത്തിൽ യോഗാധ്യക്ഷനുണ്ട്, അച്ഛൻ കസേരയിലിരിക്കുന്നു, 2 കൈക്കാരന്മാർ അല്ലെങ്കിൽ 4 കൈക്കാരന്മാർ ഇരുവശങ്ങളിലും ഇരിക്കുന്നു. പിന്നെ യോഗാംഗങ്ങൾ, അത് പള്ളി പ്രതിനിധി യോഗമാകട്ടെ പള്ളിയിലെ പൊതുയോഗമാകട്ടെ, അവിടെ സ്ഥലത്തെ ലോക്കൽ മത സുപ്പീരിയറും ഉണ്ട്. നിങ്ങളുടെ ആരും പങ്കെടുത്തിട്ടുണ്ടോ യോഗത്തിൽ? ഇല്ല, സുപ്പീരിയർ ആയിട്ടില്ലേ? വേഗം യോഗത്തിൽ പങ്കുചേരാൻ സാധിക്കണ്ടേ? എങ്ങനെയുണ്ട് ചേട്ടാ? സന്തോഷകരമായ അനുഭവമാണോ? ഒട്ടും ആയിരുന്നില്ലേ? മധുരിക്കുന്ന ഓർമ്മകളോടൊപ്പം നമ്പരപ്പെടുത്തുന്ന വ്രണപ്പെടുത്തുന്ന സാഹചര്യങ്ങളും തികട്ടി വരുമല്ലേ? പക്ഷെ ഇതൊക്കെ ഒരു ഭാഗമാണല്ലോ. കൃത്യമായ അജണ്ടയോടുകൂടെ ക്രമപ്രകാരം ക്രമം തെറ്റിക്കാതെ വ്യവസ്ഥാപിതമായിട്ട് നിയമങ്ങൾ പാലിച്ച് പള്ളിയോഗ നടപടിക്രമങ്ങളിൽ അനുസരിച്ച് യോഗത്തിൻ്റെ സമ്മേളനം നടത്തിക്കഴിഞ്ഞാൽ അത് തിരുനാൾ യോഗമാകട്ടെ, പള്ളി പൊളിച്ച് പണിയാനുള്ള യോഗമാകട്ടെ, മറ്റ് ഗൗരവമായ ഏതൊരു വിഷയത്തെക്കുറിച്ചുള്ള യോഗമാകട്ടെ, വളരെ ഭംഗിയായിട്ടൊക്കെ നടത്താനായിട്ട് സാധിക്കും. യോഗാധ്യക്ഷനും ഉത്തരവാദിത്വമുണ്ട്, രൂപതാധ്യക്ഷനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടവാങ്ങളെല്ലാവരും സ്വന്തമായിട്ട് പ്രാദേശികമായ വാദങ്ങളോ ഗ്രൂപ്പ് വഴക്കുകളോ രാഷ്ട്രീയമായ വിരോധങ്ങളോ ഒന്നുമല്ല. സർവോപരി ഈ ഇടവകയുടെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങളും സഭയുടെ ഉത്തമമായിട്ടുള്ള താല്പര്യങ്ങളും സർവോപരി രൂപതയുടെ നന്മയും. അപ്പോൾ ഇടവക, രൂപത, സഭ പൊതുവായിട്ടുള്ള നന്മയെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഈ പിന്നെ പള്ളി യോഗത്തിലെ തീരുമാനങ്ങൾ. അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടില്ല. ഈസി. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. പ്രശസ്തനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചില്ലേ? ആ വേദന ഇപ്പോഴും ആളുകൾ. ഞാൻ വിലാപയാത്രയിൽ 4 മണിക്കൂർ പങ്കെടുത്തു. 4 മണിക്കൂർ കോട്ടയത്ത് പുതുപ്പള്ളി. പിന്നെ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്ന വൈറലാണോ? ഈ പിന്നെ അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ വിലാപയാത്ര പുതുപ്പള്ളിയിൽ വരുമ്പോൾ എത്രയോ നേരം വൈകുന്നേരം 33 മണിക്കൂറുകളായി. ഇതിനിടയ്ക്ക് കോട്ടയത്തു നിന്ന് ഇറങ്ങി പുതുപ്പള്ളിയുടെ അടുത്ത് എത്തിയപ്പോൾ ഞാനും അതിൽ ചേർന്നു. 4 മണിക്കൂർ നടന്നിട്ടും പള്ളിയിലെത്തിയിട്ടില്ല. നമ്മൾ ചെയ്തു മൃതദേഹം അടക്കം ചെയ്ത പേടകം ഒന്ന് കണ്ട് ആദൂർപുഴ മുന്നേക്ക് നടന്ന് തറവാട്ടിലേക്ക് പോയി. വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. ജനമാണെങ്കിൽ മണ്ണിട്ട താഴാത്ത ജനം. വീട്ടിൽ പോയി അവിടെ മന്ത്രിമാർ കാത്തിരിക്കുന്നു. അവിടുന്ന് വേഗം ഞങ്ങൾ വന്ന് നേരെ പള്ളിയിൽ ചെന്ന് കുറച്ച് സമയം കാത്തിരുന്നു. എത്തിയിട്ടില്ല. പുതിയ പണി നടന്നുകൊണ്ടിരിക്കുന്നു വീടിൻ്റെ. അവിടെയും കൂടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടാണ് പള്ളിക്ക് എത്തുന്നത്. പള്ളിയിലെ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് പാതിരയായി. നമ്മളതിനു വേണ്ടി കാത്തുന്നില്ല. പാതിര കഴിഞ്ഞിട്ടും ഒരു നോക്ക് കാണാൻ, അന്ത്യാഭിവാദനം അർപ്പിക്കാൻ, ഒരു ദർശനം നൽകാൻ കാത്തുനിന്ന ആയിരങ്ങൾ, 10,000 അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ചടങ്ങ് കഴിഞ്ഞ ശേഷം അവർക്ക് സദ്യ കൊടുത്തു. 15,000 പേര് അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. 15,000 പേർക്ക് സദ്യ വിളമ്പി. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. പള്ളിയിലെ പെരുന്നാൾ വരുമ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഉമ്മൻചാണ്ടി പള്ളി വികാരിച്ചിനോടൊരു കാര്യം പറയും. എല്ലാ പള്ളിയിലും പെരുന്നാൾ വരുമ്പോൾ യോഗം കൂടുമല്ലോ. യോഗത്തിൽ പല കാര്യങ്ങളും വെടിക്കെട്ട് വേണമല്ലോ, ഇതിന് അനുവാദം വേണമല്ലോ, പിന്നെ ദീപാലങ്കാരം എന്താ പൊടി പൊടിക്കുന്നത്, ഇതൊക്കെ ഫണ്ടും വേണ്ടേ. അപ്പോൾ ചിലത് നിയമാനുസൃതമല്ല. രൂപതാധ്യക്ഷൻ കൽപ്പന പുറപ്പെടുവിക്കും. സ്ഥലത്തെ സിവിൽ നിയമങ്ങൾ പാലിക്കണം, ഗതാഗത തടസ്സം ഉണ്ടാകരുത്, വേണ്ട സിവിൽ അധികൃതരുടെ അനുവാദം കൂടെ വാങ്ങിച്ചിട്ട് വേണം കാര്യങ്ങളെല്ലാം നിർണ്ണയിക്കാൻ എന്ന് രൂപതാധ്യക്ഷൻ നേരത്തെ തന്നെ അറിയിക്കും. രൂപത ബുള്ളറ്റിൻ വഴി, അതൊരു വഴിക്ക്. ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞ പ്രസിദ്ധമാണ്. പെരുന്നാൾ എടുക്കുമ്പോൾ തലേ ആഴ്ചയിൽ പള്ളി വികാരിയെ നേരിട്ട് വന്ന് കാണും. എന്നും പള്ളി വരും, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരുന്ന ആളാണ്. വികാരിയോട് പറയും സ്വകാര്യം, അച്ഛാ
സൂക്ഷിക്കണം കേട്ടോ. അനുവാദം വാങ്ങിക്കുന്നത് നേരത്തെ വാങ്ങിച്ചോളോ കേട്ടോ, അല്ലെങ്കിൽ അച്ഛൻ വിഷമിക്കേണ്ടി വരും കേട്ടോ. മുഖ്യമന്ത്രിയാണ്, എൻ്റെ ഇടവക്കാരനാണ്, അപ്പോൾ ഉമ്മൻചാണ്ടി വിചാരിച്ചാൽ ഇന്ന് ഒഴിവ് വാങ്ങാം എന്നൊക്കെ വിചാരിച്ച പണിപ്പാളി. മുഖ്യമന്ത്രി പുതുപ്പള്ളിയുടെ മാത്രമല്ല, കേരള സമൂഹത്തിന് മുഴുവൻ മുഖ്യമന്ത്രിയല്ലേ. കേരള സമൂഹത്തിൻ്റെ മുഴുവൻ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി സാറ്. ഈ സ്വന്തം വിചാരിച്ചനോട് പറയുന്നു, അനുവാദം നേരത്തെ വാങ്ങിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ അച്ഛൻ വിഷമിക്കേണ്ടി വരും. വിചാരിച്ചൻ അതൊരു മുന്നറിയിപ്പാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ. അച്ഛൻ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കി എല്ലാം സമംഗളം ഭംഗിയായിട്ടൊക്കെ. ഇപ്പോൾ അവസരോചിതം ഇടവിടെ തിരുനാൾ നടത്തിപ്പാകട്ടെ, ഇടവിടെ ഭരണപരമായ കാര്യനിർവഹണമാകട്ടെ, അവസരോചിതം അദ്ദേഹം ഇടപെട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നിർവഹിക്കാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുമായിരുന്നു. നല്ലൊരു മനുഷ്യൻ ഉമ്മൻചാണ്ടി സാറ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കുറവുകൾ, 3 കുറവുകൾ കൂടെ പറയും. നമുക്കും ഉണ്ടാകേണ്ട ഒരു കുറവാണത്. വലിയ മഹാനൊക്കെയാണ്, 3 കുറവുണ്ട്. എന്തായിരിക്കാം ആ കുറവ്? നമുക്ക് പലർക്കുള്ള കുറവ് തന്നെയാണ്. 3 കുറവുണ്ട് മുൻ മുഖ്യമന്ത്രിക്ക്. പണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് ഇവിടെ തൃശ്ശൂർ താഴ്ത്തി പിതാവ് മെത്രാനായിപ്പോൾ അനുമോദന യോഗത്തിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് തൂങ്ങഴി പിതാവ് പറയുകയായി, നമ്മുടെ പുതിയ മെത്രാനിച്ചന് ഒരുപാട് നന്മകൾ, ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷേ അദ്ദേഹത്തിനൊരു കുറവുണ്ട് കേട്ടോ. ആൾക്കാർ ചെട്ടി, എന്തേ പിതാവിന് കുറവോ? അങ്ങനെ കുറവുള്ള ഒരാളെയാണോ? പരിപൂർണ്ണ നിശബ്ദത. പിതാവ് വീണ്ടും ആവർത്തിച്ചു, താഴ്ത്തി പിതാവിനൊരു കുറവുണ്ട്. എന്തായിരിക്കും ആ കുറവ്? പിതാവ് പറഞ്ഞു, ആ കുറവ് മറ്റൊന്നുമല്ല, നിങ്ങളിത് പുറത്ത് പറഞ്ഞേക്കരുത് കേട്ടോ. ഈ അച്ഛൻ വന്നിട്ട് ഇവിടെ താഴ്ത്തി പിതാവിൻ്റെ കുറവ് എന്താണെന്ന് ഇവിടെ പരിശീലനം പറഞ്ഞെന്നാണ്. ഇത് ഓൺലൈനിലൊക്കെ പോകുന്നുണ്ടാവും എന്ന് പറയാനറിയാം. ആ കുറവ് മറ്റൊന്നുമില്ല, അത് പ്രായക്കുറവാണ്. എന്നിട്ട് പിതാവ് പറഞ്ഞു, അത് പുള്ളി ഓരോ കൊല്ലവും അത് പരിഹരിക്കും. കാലക്രമേണ ഓരോ കൊല്ലവും പ്രായക്കുറവ് പരിഹരിച്ച് വേണ്ട പ്രായത്തിൽ എത്തിച്ചേരും. അതാണ് താഴ്ത്തി പിതാവിൻ്റെ കുറവ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ 3 കുറവ് അത് ശരിക്കുള്ള കുറവാണ്. 1, ആഹാരം, സമയത്തിന് ഭക്ഷണം കഴിക്കില്ല, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കില്ല. 1. 2, മരുന്ന് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. ഈ തിരക്കിനിടെ എവിടെ സമയം? മരുന്നില്ല. 3, വിശ്രമം. ഒരു ദിവസം 1.5 മണിക്കൂറൊക്കെ കിടന്നുറങ്ങുന്നുള്ളൂ, ആവശ്യത്തിന് ഉറക്കമില്ല. അപ്പോൾ ആഹാരം, മരുന്ന്, വിശ്രമം, ഈ 3ൻ്റെയും കുറവ് അദ്ദേഹത്തിന് അത് ദോഷമായി ഭവിച്ചു എന്നിത് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കൊരു അച്ചടക്കമുണ്ട്. ഏതൊരു വ്യക്തിയുടെയും ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ട ഒരു അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ, അതെല്ലാവർക്കും ബാധകമാണ്. ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ, ഈ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അടിവെച്ച് ചുവട് വെച്ചല്ലേ പോകുന്നത്. അതിനൊരു താളമുണ്ട്, ഒരു ക്രമമുണ്ട്. നമ്മളിവിടുന്ന് ഒറ്റച്ചാട്ടമല്ലെല്ലാം അങ്ങോട്ട് ചാടുന്നത്. ഒറ്റച്ചാട്ടം ചാടുള്ളൂ ചാടിയാൽ. അതല്ലെങ്കിൽ കോണി ഇറങ്ങാതെ അടിവെച്ച് പടി വെച്ച് നമ്മൾ താഴെ ഇറങ്ങുന്ന പോലെ ഇരിക്കട്ടെ, എടുത്തൊരു ഒറ്റച്ചാട്ടം. നടു ഒടിഞ്ഞു, കാലൊടിഞ്ഞു, അപ്പോൾ പല ഒടിച്ചിലുകളായിട്ട് പിന്നെ ഇരിക്കേണ്ടി വരും. നമ്മളപ്പോൾ അതനുസരിച്ച് ക്രമമായി, ചിട്ടയായി, സാവധാനത്തിൽ, അതും ഒരു ഡിസിപ്ലിനാണ്. സാധാരണ ഇന്ത്യൻ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇതൊക്കെ ജീവിതത്തിന് വേണ്ട ഡിസിപ്ലിൻ. ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ആരോഗ്യത്തിന് ഒരു നിയമം, ആരോഗ്യ നിയമമുണ്ട്. സംസ്കൃതത്തിൽ മിതം ഭുക്ത്വ, മിതമായി ഭക്ഷണം കഴിക്കുക, ആഹാരം. ശതം ജപ്ത്വ, ശതം എന്ന് പറഞ്ഞാൽ 100, ജപ്ത്വ ജപിക്കുക, ജപം ചെയ്യുക, പ്രാർത്ഥിക്കുക. ഈസി, ശതം ജപ്ത്വ, അപ്പോൾ പ്രാർത്ഥന വേണം. ഗത്വാ ശതപദം ശനായി, ഗത്വ ഗമിക്കുക, പോവുക, ശതപദം 100 അടി നടക്കുക, വ്യായാമം. വാമഭാഗേ ശയനശേൽ, ഇടത് ഭാഗം ചെരിഞ്ഞ് കിടന്നാൽ ഭിഷക് ഭീം ഖിം പ്രയോജനം. ഭിഷക് എന്ന് പറഞ്ഞ് ഭിഷകുവരൻ, ഡോക്ടർ, വൈദ്യൻ. ഖിം പ്രയോജനം, ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം
അത് ആഹാരം, പ്രാർത്ഥന, വ്യായാമം, ഉറക്കം, ഇതൊക്കെ 4 ചേർന്നാൽ പിന്നെ നമുക്ക് രോഗമില്ല. രോഗമില്ലെങ്കിൽ മരുന്നില്ല. മരുന്നിൻ്റെ ആവശ്യമില്ല, പിന്നെ എന്തിനാ ഡോക്ടറെ കാണുന്നത്? ഡോക്ടർ ആവശ്യമില്ല, പിന്നെ എന്തിനാ ആശുപത്രി? ഇപ്പോൾ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് അതൊരു ഡിസിപ്ലിനാണ്, ഒരു ക്രമമാണ്. ഓർഡർ തെറ്റിയാൽ, ക്രമം തെറ്റിയാൽ അക്രമമായി മാറും, ക്രമരാഹിത്യമായിട്ട് മാറും. ഞാൻ പറഞ്ഞു വന്നത്, വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരുന്നു. നമ്മുടെ പൈതൃകം, പള്ളി യോഗയാ. അപ്പോൾ പള്ളിയോഗത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഇത് ഈ പറഞ്ഞതുപോലെ എന്തെല്ലാം വിഷയങ്ങൾ യോഗമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. പള്ളി വിചാരിച്ചന്മാർക്ക് തലവേദനയാണ്. തിരുനാൾ യോഗം തുടങ്ങുമ്പോൾ അവസാനിക്കുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങൾ, ബഹളമയം. വിചാരിച്ചിനെ പോലും ദേഷ്യപ്പെട്ട് ഒരുപക്ഷെ ആക്ഷേപിച്ച് ചീത്ത പറഞ്ഞ് ഒക്കെ പോകുന്നു. മതസുപ്പീരിയർ സ്ഥലത്തുണ്ട്. പക്ഷെ നല്ലൊരു മതസുപ്പീരിയർ ഒരു പള്ളി ചെയ്തെന്നറിയാമോ? യോഗ എല്ലാം കഴിഞ്ഞ് അച്ഛനെ അധിക്ഷേപിച്ച് സംസാരിച്ച ആ ചെറുപ്പക്കാരൻ, ആ ഇടവകയിൽ ഉള്ള ആളാണ്. മദർ അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്ന് ഒരു സൗഹൃദ സന്ദർശനം, കുടുംബ സന്ദർശനം. പിന്നെ എന്നായെന്ന് പറയാം, പഞ്ചായത്തി വിശേഷങ്ങൾ, പലഹാരമൊക്കെ ആയോ? ഒരു സമയത്ത് അടുക്കളയിലേക്ക് കയറി ചെന്ന് ഒക്കെ വളരെ നന്നായിട്ട് ഇടപെട്ട് ഒക്കെ പറഞ്ഞ് അങ്ങനെ അപ്പോഴേക്ക് ഇവരെയും കണ്ടു. എന്നാണ്ട് സിസ്റ്റർ വിശേഷങ്ങൾ, പിന്നെ എന്നാണ് നിൻ്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു കോളേജിൽ? അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ സിസ്റ്റർ ഇവരും എടാ എന്നാലും ഇച്ചിരി കൂടുതലായിട്ടാണ്. എന്താ സിസ്റ്റർ? നീ അന്ന് യോഗത്ത് നമ്മുടെ വികാരിച്ചനെ പരസ്യമായിട്ട് ആക്ഷേപിക്കുക പാടുണ്ടോ? അത് വളരെ വളരെ മോശമായില്ലേ? അത് അവനൊരു മാറ്റം വരുത്തി, ഒരു മാനസാന്തരത്തിലേക്ക് വന്നു. അവൻ ചെന്ന് വികാരിച്ചിൻ്റെ അടുത്ത് ചെന്ന് പിന്നെ മാപ്പ് പറയുകയും വളരെയധികം വ്യത്യാസങ്ങൾ അവനും പള്ളിയോട് ചേർന്ന് പിന്നെ പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങി. അവസരോചിതമായൊരു ഇടപെടൽ. ഇപ്പോൾ പലപ്പോഴും ചില മതസുപ്പീരിയേഴ്സ് മൂകസാക്ഷിയായിട്ട് പള്ളിയോഗത്തിരിക്കും. അപ്പോൾ എന്താ പറയുക? പക്ഷെ എന്നാലും കുറേ കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ പള്ളിയോഗത്തിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ പിന്നെ ഉത്സാഹിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക നിയമം, പർട്ടിക്കുലർ ലോ ഓഫ് ദ സീറോ മലബാർ. ഈ പർട്ടിക്കുലർ ലോ, ഈ പള്ളിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാറ്റ് ഇസ് ഇന്ത്യൻ ലോഡബിൾ ഹെറിറ്റേജ്, ദാറ്റ് ഇസ് പാർട്ട് ഓഫ് അവർ പാട്രിമണി. നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു ഭാഗമാണ് യോഗം, പുരാതനമായ യോഗം, പള്ളി യോഗം. അന്ന് ആ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അന്ന് യോഗം കൂടി തീരുമാനിക്കുക. പള്ളിയിലെ അച്ഛൻ, ആ നാട്ടിലത്തെ അച്ഛൻ തന്നെയാണ് വിചാരിച്ചൻ, ദേശത്ത് പട്ടക്കാർ. ആ ദേശത്തിന് വേണ്ടി, ആ പള്ളിക്ക്, ആ ഇടവയ്ക്ക് വേണ്ടിയിട്ടാണ് പട്ടം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കൂട്ടത്തിൽ നിന്ന്, ഈ സമൂഹത്തിൽ നിന്ന് ഒരാൾ അച്ഛൻ പട്ടത്തിന് പഠിക്കണമെങ്കിൽ യോഗം തീരുമാനിക്കും. ഇവൻ്റെ പ്രവൃത്തി, ഇവൻ്റെ പെരുമാറ്റം, ഇവൻ്റെ സ്വഭാവം ഇതൊക്കെ പരിശോധിച്ച് കൊള്ളാം, നമുക്കതൊരു അസറ്റ് ആയിരിക്കും, ഇവനെ നമുക്ക് വൈദികവൃത്തിക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ ശുപാർശ കത്ത് കൊടുത്ത് മെത്രാനത്തിനോട് സെമിനാരിയിലേക്ക് സ്വീകരിക്കാം. യോഗം അപ്രൂവ് ചെയ്ത്, യോഗം ശുപാർശ നടത്തി. ഓക്കെ, ഇനി ഇവൻ്റെ ഫോർമേഷൻ, പരിശീലന കാലയളവ് എല്ലാം കഴിഞ്ഞു. അവസാനം പള്ളിയിലൊക്കെ അറിയിക്കുന്ന നമ്മുടെ ശമാശൻ കശിശ പട്ടം, പുരോഹിത പട്ടത്തിന് ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ പള്ളിയിൽ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ചില, അയ്യോ ആരാ, പത്രോസാണോ? അയ്യേ. അവരെക്കുറിച്ച് ചില ആക്ഷേപങ്ങൾ, ചില സ്വഭാവ ദൂഷ്യങ്ങൾ. യോഗം കൂടിയപ്പോൾ അവർ തീരുമാനിച്ചു അവനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുകയില്ല. അതല്ല എങ്കിൽ അവരെല്ലാം ചർച്ച ചെയ്തു, മിടുക്കൻ, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, ഇവൻ യോഗ്യനാണ്. അപ്പോൾ ഈ യോഗം ഒരു ശുപാർശ, അതിന് ദേശക്കുറി കൊടുക്കാമെന്ന് പറയും. ഒരു ദേശത്തിൻ്റെ ദ പൾസ് ഓഫ് ദ സൊസൈറ്റി, ആ സമൂഹം, ആ ഇടവക,
ആ ഇടവക സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പ്രതിദാനം ചെയ്തുകൊണ്ട് ആ യോഗക്കാർ ഒരു കുറി കൊടുക്കും, ദേശക്കുറി, സർട്ടിഫിക്കറ്റ്. അത് പിന്നെ കൊടുത്തു വിട്ടു. മെത്രാൻ അത് സ്വീകരിച്ചു, അത് അംഗീകരിച്ചു, അവന് പട്ടം കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സെമിനാരിയിൽ പോകാനും പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ച ഒരു തിരുപ്പട്ടം കൊടുക്കുവാനുമൊക്കെയുള്ള ആ തീരുമാനം എടുക്കാൻ പള്ളി യോഗം, ശിക്ഷ കൽപ്പിച്ചിരിക്കുന്ന പള്ളി യോഗം, അതുപോലെ മറ്റെന്തെല്ലാം സുപ്രധാനമായ കാര്യങ്ങൾ ഇടവേറ്റ് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യോഗമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈസി അന്ന് രൂപത മെത്രാൻ, അല്ലെങ്കിൽ മെത്രാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർഷ്യയിൽ നിന്ന് വരുന്ന മെത്രാന്. ഈ നാട്ടിലെ സാഹചര്യങ്ങളും ഇവിടുത്തെ സംസ്കാരവും ഒന്നും അറിയില്ല. അപ്പോൾ ആർച്ച് ഡീക്കൻ പ്ലസ് യോഗം കൂടി ആലോചിച്ചാണ് ഭരണപരമായ, ആചാപാലനപരമായ, ധനവിനിയോഗപരമായ കാര്യങ്ങളെല്ലാം നിർമ്മിച്ചുകൊണ്ടിരുന്നതും. അങ്ങനെയുള്ളൊരു പാരമ്പര്യം, ഒരു ഹെറിറ്റേജ്, അത് വെനറബിൾ ആൻഡ് നമ്മൾ പറയുന്ന ഈ പൗരസ്ത്യ നിയമ സംഹിതയിൽ 295 കാനോനയിൽ എല്ലാ ഇടവകളിലും പ്രത്യേകം സമിതികൾ, ധനകാര്യമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനൊക്കെ പ്രത്യേക സമിതികൾ, പ്രത്യേക നിയമമനുഷ്യം ഉണ്ടാകണമെന്ന് ഉള്ള ഒരു വകുപ്പ് എഴുതി ചേർക്കാൻ കാരണം നമ്മൾ സീറോ മലബാർ സഭയിൽ നിലനിന്നിരുന്ന അതിപുരാതനമായ അഭിഗമ്യമായിട്ടുള്ള ഒരു വലിയ പാരമ്പര്യം നമ്മുടെ പള്ളി യോഗം ആണ്. അത് അങ്ങനെയുള്ള ഒരു കസ്റ്റം, ഒരു ട്രഡീഷൻ, ഒരു പാട്രിമണി, അത് നമ്മുടെ പൈതൃകമായിരുന്നു. ആ പൈതൃകത്തിൻ്റെ സ്പിരിറ്റ് എടുത്തുകൊണ്ട് നമ്മുടെ പ്രത്യേക നിയമം പള്ളി യോഗ നടപടിക്രമങ്ങൾക്ക് ചേർത്ത് വെച്ചു. ഈസി അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ യോഗ നടത്തിക്കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇന്ന് സുപ്രധാനമായ കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ അതിന് രൂപതാധ്യക്ഷന് അനുവാദം ആവശ്യമായിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈസി അപ്പോൾ ഇവിടെ തീരുമാനമെടുക്കാനും അതുപോലെ ഉപദേശം നൽകാനും യോഗാധ്യക്ഷൻ, രൂപതാ മെത്രാൻ്റെ നിയമനം സ്വീകരിച്ച രൂപതാ മെത്രാനും വൈദികനും പള്ളി കൈക്കാരന്മാരും അവർ ഈ ഇടവക ഭരണം നടത്തുമ്പോൾ അവർ വേണ്ടത് ചെയ്യാനുള്ള എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹായം ചെയ്ത് കൊടുക്കുക, അവർ സഹകരിക്കുക. പ്ലസ് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കാനും യോഗ തീരുമാനങ്ങൾ പ്രധാനമായിട്ടും മെത്രാൻ്റെ അംഗീകാരം ആവശ്യമുള്ള ഏതൊക്കെയാണെന്ന് പ്രത്യേക നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ സഭയുടെ തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു പൈതൃകം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ സമയക്രമം എങ്ങനെയാണ്? നമുക്ക് ഒരു ഡിസിപ്ലിൻ വേണ്ടേ? ചിട്ടയായിട്ടും ക്രമമായിട്ടും വേണമല്ലോ നമ്മുടെ കാര്യങ്ങൾ. നമുക്ക് അത്താഴൂണൊക്കെ ഉണ്ടാകില്ലേ? ഭക്ഷണം ശരീരത്തിന് ആവശ്യമാണ്. ആഹാരം കഴിക്കണം, സമയത്തിന് തന്നെ കഴിക്കണം. ആഹാരം കഴിക്കുന്നതോ 9 മണി വരെയാണ് പരിപാടി. പക്ഷെ ആഹാരം നമുക്കൊരു ബ്രേക്ക്, ആഹാരം 8 മണിക്ക് തന്നെ കഴിക്കാമെന്നാണ് അച്ഛൻ പറഞ്ഞു നിന്നത്. പിന്നെ അനി ആഹാരത്തിൻ്റെ സമയം 8 മണി, നമ്മൾ ആഹാരം കഴിച്ചിട്ട് ഒരു ചെറിയ സെഷനും കൂടെ 9 മണി വരെ നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് ആഹാരം കഴിക്കാൻ പോകാം. യെസ് പ്ലീസ്. നിങ്ങളുടെ സംശയങ്ങൾ എപ്പോഴും മോസ്റ്റ് വെൽക്കം. അത് നല്ലൊരു ചോദ്യമാണ്. സീറോ മലബാർ സഭയ്ക്ക് തനതായിട്ടുള്ള ഒരു പൈതൃകം ആണോ ഇത്? മറ്റ് സഭകൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. യേശി അതുകൊണ്ടാണ് നമ്മുടെ ഈ പുരാതനമായ മാർത്തോമ നസ്രാണി സമൂഹത്തിൽ നിലവിലിരുന്ന ആ പള്ളി യോഗം എന്നുള്ള ആ പൈതൃകം, അതിൻ്റെ സ്പിരിറ്റ് നമ്മുടെ ഈ കാനോൻ നിയമസമിതിയിൽ ഉൾക്കൊള്ളിച്ചു. അത് നമ്മുടെ മലബാർ സഭയുടെ, സീറോ മലബാർ സഭയുടെ പൈതൃകം. അപ്പോൾ അത് നമുക്ക് യോഗമാണ്. അപ്പോൾ അത് നമ്മുടെ പർട്ടിക്കുലർ ലോ ആണ്. അപ്പോൾ നിയമത്തിൽ എന്ത് എഴുതി വെച്ചു? എല്ലാ സഭകളിലും ഇടവകയിൽ പ്രത്യേക സമിതികൾ ഉണ്ടാകണം. അതവർ പർട്ടിക്കുലർ ലോ. അവർക്ക് പാരിഷ് കൗൺസിൽ, അത് ഈ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. മനസ്സിലായി? അതാണ് നമ്മുടെ പല തർക്കങ്ങളും പ്രശ്നങ്ങളും അവിടെ ഉണ്ട്.
പല ലത്തീൻ രൂപതകളിലും. പക്ഷേ നമ്മുടേതായിട്ടുള്ള ആ യോഗത്തിൻ്റെ ആ സ്പിരിറ്റല്ല ലത്തീൻസ്. പാരിഷ് കൗൺസിൽ എന്നാണ് അവർ അറിവിൽ. അത് ആ ഇടവകയിൽ മിക്കപ്പോഴും ചിലപ്പോൾ അച്ഛന് ആയിട്ട് ബന്ധപ്പെട്ട ഏതാനും പേരൊരു സമിതി ഒക്കെ ആയിട്ട് ഉൾക്കൊള്ളുന്നു. നമ്മളുടെ സഭ എന്ന് പറയുമ്പോഴത്തേക്കും ആ പൈതൃകം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പൈതൃകം. കാലാനുസൃതം എന്തിൻ്റെ പള്ളി യോഗത്തിൻ്റെ അന്തിമ തീരുമാനം എന്ന് പറയുമ്പോൾ ഒരുപാട് തീരുമാനങ്ങളുണ്ട്. ചില തീരുമാനങ്ങൾ മെത്രാൻ്റെ അനുവാദം ആവശ്യമുണ്ട്. അപ്പോൾ ഈ യോഗം കഴിഞ്ഞതിന് ശേഷം യോഗ തീരുമാനം പ്രത്യേക ഒരു അപേക്ഷയായിട്ട് എഴുതി പള്ളി വികാരിയും അതുപോലെ തന്നെ കൈക്കാരന്മാരും ഒപ്പുവെച്ച് അത് അനുവാദത്തിനായി അംഗീകാരം. ഉദാഹരണം പള്ളി പൊളിച്ച് പണിയണം. യോഗം പിന്നെ കുടുംബ യൂണിറ്റുകൾ ചർച്ച ചെയ്തു, സംഘടനകൾ ചർച്ച ചെയ്തു, പള്ളി പ്രതിയോഗം ചർച്ച ചെയ്തു, പള്ളി വിശാലമായ പൊതുയോഗം ചർച്ച ചെയ്തു. ഉത്തമമായിട്ട് എത്രയും വേഗം പള്ളി പൊളിച്ച് പണിതില്ലെങ്കിൽ ഇത് ഇടിഞ്ഞ് വീഴും. അപ്പോൾ അവർ വളരെ ആലോചിച്ച് ചർച്ച ചെയ്ത് പള്ളി പൊളിച്ച് പണിയാൻ തീരുമാനിച്ചു. പള്ളി പൊളിച്ച് പണിയണമെങ്കിലും ഫണ്ട് വേണ്ടേ? അപ്പോൾ നമ്മൾ ഫണ്ടിനുള്ള മാർഗങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ യോഗം തീരുമാനിച്ചു ഈ രീതിയിൽ ഇന്ന രീതിയിൽ നമ്മൾ ഇതിനുള്ള പണം സമ്പാദിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതും അപേക്ഷ കാണിക്കണം. എത്ര പണപ്പ് ഉണ്ട് കയ്യിൽ അതുകൂടെ കണക്കിലെടുക്കണം. അപ്പോൾ പള്ളി പൊളിക്കാനും പള്ളി പൊളിച്ച് പുതിയ പണിയാനും പൊളിച്ച് പുതുതായി പണിയാൻ പോകുന്ന പള്ളിയുടെ പ്ലാനും അതിന് വരുന്ന ചെലവിൻ്റെ എസ്റ്റിമേറ്റും അതിൻ്റെ സ്കെച്ചും എല്ലാം ഡീറ്റെയിൽഡായിട്ട് പള്ളി യോഗം ചർച്ച ചെയ്ത് എന്നിട്ട് വേണം രൂപത മെത്രാന് അത് നൽകാൻ. രൂപത മെത്രാൻ്റെ ഉപദേശ സമിതിയിൽ അവിടെ മരാമത്ത് കമ്മിറ്റിയുണ്ട് രൂപതയിൽ. അവരത് പരിശോധിക്കുന്നു, അവർ സ്ഥലപരിശോധന നടത്തുന്നു. അവർക്ക് ബോധ്യപ്പെട്ടാൽ ഭേദഗതി ആവശ്യമുണ്ടെങ്കിൽ അത് നിർദ്ദേശിച്ച് എന്നിട്ട് അവർ ഒരു ശുപാർശ നടത്തിയതിന് ശേഷം രൂപത കച്ചേരി അത് പരിശോധിച്ച് രൂപത മെത്രാൻ അന്തിമമായിട്ട് അവർക്ക് അനുവാദം നൽകുന്നു. ആ അനുവാദ കൽപ്പനയിൽ എടുത്തു പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ആവശ്യമായ സിവിൽ അധികൃതരുടെ അനുവാദം വാങ്ങിയിരിക്കണം. ഇന്ന് വലിയൊരു ബലികേറാമൂലയാണത്, സിവിൽ അധികൃതരുടെ അനുവാദം. അപ്പം അതൊക്കെയും കൂടെ പരിഗണിച്ചാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ രൂപത മെത്രാൻ വളരെ പ്രധാനം. കാരണം ഒരു മേലധികാരി വേണം. ഇതൊക്കെ നമ്മുടെ ചേർത്ത് ശരിയാണോ? വിദഗ്ധരായിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട് അവിടെ മരാമത്ത്. അപ്പോൾ അവരും കൂടെ പരിശോധിച്ചു. ഇപ്പോൾ ഒരു മതബഹ പള്ളിയുടെ മതബഹ എങ്ങനെ വേണം, എങ്ങനെയാണ് എൻ്റെ സ്ട്രക്ചർ, അപ്പം അതിൻ്റെ ഒരു പ്ലാൻ. ഞാൻ ഓർക്കുന്നു ഞാൻ ഒരു പള്ളി പണി വെച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു 15 പ്ലാൻ കിട്ടി പള്ളിയുടെ. അത് എല്ലാവരെയും ആ 15 പ്ലാൻ കാണിച്ചു എന്ന് പറയും. പ്രതിയോഗത്തിൽ കാണിച്ചു, അവരഭിപ്രായം കിട്ടി. പൊതുയോഗത്തിലും കാണിച്ചു, അവരഭിപ്രായം കിട്ടി. നിർമ്മാണ കമ്മിറ്റിയിലും കാണിച്ചു, അവരുടെ അഭിപ്രായം കിട്ടി. ഇനി അവസാനമായി തീരുമാനം എടുക്കാൻ പോവുകയാണ്. ദൈവാനുഗ്രഹം 15 പ്ലാൻ കാണിച്ചിട്ട് എല്ലാവരും ഒരൊറ്റ പ്ലാനിൽ ഒതുങ്ങി. എല്ലാവർക്കും ഇഷ്ടമായ പ്ലാൻ, തർക്കവുമില്ല. കൈയടിച്ച് പാസ്സാക്കി യോഗ നിശ്ചയത്തിൽ എഴുതി ഒപ്പിട്ട് അംഗീകരിച്ച് രൂപത മെത്രാന് കൊടുത്ത് അംഗീകാരം കിട്ടും. ഇവിടെ തന്നെ തർക്കം വന്നാലോ പിന്നെ അത് പരിഹരിക്കാനും എളുപ്പമല്ല. ഇന്നത്തെ മാറിയ സാഹചര്യങ്ങൾ, വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങളും മറ്റ് ചില പ്രതിസന്ധികളും സർവോപരി ഫണ്ടും ഇതൊക്കെ വേണ്ടേ? അപ്പോൾ എങ്കിലും നന്നായിട്ട് നമ്മുടെ കൃത്യമായി ഒരു അച്ചടക്കം പാലിച്ച് അജണ്ട വെച്ച് ക്രമം തെറ്റിക്കാതെ നിയമാനുസൃതം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടോ അതുവഴി വലിയൊരു മൂല്യം പള്ളി പൊളിച്ച് പുതിയ പള്ളി ഉണ്ടാകുന്നുള്ള സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കും. ഏതൊരു കാര്യമായാലും കീപ് ദ ഓർഡർ വിൽ കീപ് യു. മെത്രാൻ്റെ അനുവാദമില്ലാതെ പണിയാൻ പറ്റില്ലല്ലോ. കാരണം എന്താ? അത് എന്തോ അതായത് ഇപ്പം നമ്മുടെ ഇടവപ്പള്ളി തന്നെ എടുക്കുക. ഈ ഇടവപ്പള്ളി ഒരു കോടീശ്വരം പണിത് തന്നെന്ന് വിചാരിക്കുക. ഇടവപ്പള്ളി ഒരു കോടീശ്വരം പണിത് തന്നതാണ്. കേട്ടില്ല? ഇടവകപ്പള്ളി ഒരു കോടീശ്വരം പണിത് തന്നതാ.
ഈ കാലാന്തരത്തിൽ ആ പള്ളി പൊളിച്ച് പണിയേണ്ട ആവശ്യം വരുന്നു. ഈ കോടീശ്വരൻ നോനോ അത് പൊളിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ വീട്ടുകാർ പണിത് കൊടുത്ത പള്ളിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുക? ഒരു പള്ളിയിൽ കേസായി, ഇവിടെ രൂപത്തിലല്ല കേട്ടോ. ഒരു തറവാട്ടുകാർ ഇവിടെ പൊളിക്കാൻ പറ്റില്ല എന്ന് ജീർണിച്ച് വീഴാറായി പള്ളി. പുതിയ പള്ളി പണിയാൻ പറ്റില്ല, ചുവര് സമ്മതിക്കില്ല. കേസായി, അവസാനം വിധി വന്നു. പള്ളി പണിത് കൊടുത്തത് ഞാൻ 1 കോടിയോ അതല്ലെങ്കിൽ കൂടുതൽ സംഖ്യ കൊടുത്ത ഏതാനും ഗ്രൂപ്പോ ഒരു തറവാടോ ഒരു കുടുംബമോ ഏതാനും വ്യക്തികളോ പള്ളിക്ക് ഏറ്റവും വലിയ സംഭാവന നൽകി പള്ളി പണിത് കൊടുത്തു. എങ്കിലും പള്ളി സഭയുടെ പ്രതിനിധിയായിട്ട് രൂപതയുടെ അധ്യക്ഷനായ മെത്രാൻ സഭയുടെ നിയമമനുസരിച്ച് ക്രമപ്രകാരം ആരാധനാക്രമ പുസ്തകങ്ങളുടെ അനുഷ്ഠാന വിധികൾ ഉപയോഗിച്ച് അതിനെ ആശീർവദിച്ച് വെഞ്ചരിച്ച് പ്രതിഷ്ഠിച്ച് കൂദാശ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ ഡിവൈൻ വർഷിപ്പ്, പബ്ലിക് ഡിവൈൻ വർഷിപ്പ്. പബ്ലിക് ഡിവൈൻ വർഷിപ്പ് ഈ ഒരു വ്യക്തിക്കോ ഈ വ്യക്തിയുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ അവർ ബന്ധുമിത്രാദികൾക്കല്ല, ഇസ് ഡെഡിക്കേറ്റഡ് ഫോർ ഡിവൈൻ പബ്ലിക് വർഷിപ്പ്. അവർക്ക് അവകാശമില്ല ഇത് വെഞ്ചരിച്ച് കഴിഞ്ഞാൽ, ഇത് പ്രതിഷ്ഠ കഴിഞ്ഞാൽ, ഇത് കൂദാശ ചെയ്ത് കഴിഞ്ഞാൽ. മനസ്സിലായോ? അപ്പോൾ ഇത് പണിയണമെങ്കിലും മെത്രാൻ്റെ അനുവാദം വേണം. സഭയുടെ അധികാരി പണിയാതെ ഒരു പള്ളി പണിയാൻ പറ്റില്ല. കാരണം അവിടെ ബലിയർപ്പിക്കാനും കൂദാശ പരികർമ്മം ചെയ്യാനും അതിനൊക്കെ പൗരോഹിത്യം സ്വീകരിച്ച മെത്രാൻ പട്ടം സ്വീകരിച്ച വൈദികൻ വേണ്ടേ? വൈദികൻ നിയമിക്കുന്ന ആരാ? വൈദികനെ അത് പറ്റുള്ളൂ, അൽമായന് പറ്റുമോ? വികാരി വൈദികനായിരിക്കണമെന്ന് സഭയുടെ നിയമത്തിൽ പറയുന്നുണ്ട്. ഒരു അൽമായനെയോ അതല്ലെങ്കിൽ മേജർ മൈനർ ഓർഡർ സ്വീകരിച്ചിട്ടുള്ള ഒരു പുരോഹിതനല്ലാത്ത ഒരു വൈദിക ശുശ്രൂഷയ്ക്കോ പള്ളി വികാരിയാകാൻ പറ്റില്ല. മസ്റ്റ് ബി എ പ്രീസ്റ്റ്. അത് 272 കാനോനായിട്ട് പറയുന്നതാണ്, സഭയുടെ നിയമമാണത്. അപ്പോൾ നമ്മുടെ മാമോദീസ സ്വീകരണം മുതൽ സഭയിൽ നാം അംഗത്വം സ്വീകരിച്ച് പ്രായത്തിനനുസരിച്ച് കുദാശകൾ സ്വീകരിച്ച് ഒരു ജീവിതാന്തസ്ഥിതിക്ക് പ്രവേശിച്ച് അവസാന ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് രോഗിലേപനമെന്ന കുദാശയും സ്വീകരിച്ച് എന്തിനു പറയുന്നു? ആ കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അവസാനത്ത് വൈദിക സാന്നിധ്യത്തോടു കൂടെ ഈ ലോകത്തിൽ ഇവിടെ പറയുന്ന അവസാന നിമിഷം വരെ ഉള്ള എൻ്റെ ഈ ലോക ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ സഭാപരമായ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയമാനുസൃതമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളും കാനോനുകളും റൂളുകളും എല്ലാം നമ്മുടെ നിയമസംഹിതയിലുണ്ട്. മനസ്സിലായി? അപ്പോൾ ഇതെല്ലാം പൂർത്തീകരിച്ച് ഒരു മരണം നടന്നു, എല്ലാ ശുശ്രൂഷകളും വീട്ടിലും കഴിഞ്ഞു, പള്ളിയിലും കഴിഞ്ഞു, ശിവത്തേരി കൊണ്ടുവന്നു. ഭാര്യയാണ് മരിച്ചത്, ദുഃഖമുണ്ട് ഭർത്താവിന്, ചെറുപ്പത്തിലാണ്. അങ്ങനെ മൃതദേഹം അടക്കം ചെയ്ത ശവമഞ്ചം പള്ളിയിലേക്ക് കൊണ്ടുവന്ന് പിന്നെ സെമിത്തേരിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു. അങ്ങനെ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് ആളുകൾക്ക് പോയി. അവസാനം ഭർത്താവും 1-2 കൂട്ടുകാരും മാത്രമായി മണ്ണൊക്കെ ഇട്ട് സ്ലാബൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു 4-5 മണി വൈകുന്നേരമായപ്പോൾ സെമിത്തേരിൻ്റെ പുറത്ത് ഗേറ്റ് അങ്ങ് കടന്നപ്പോഴത്തേക്കും ഇടിവെട്ടി മിന്നലും മഴയും ശക്തിയായിട്ട്. അപ്പോൾ ഭർത്താവ് കൂട്ടുകാരന് പറഞ്ഞു, ഡാ അവിടെ ഇത്ര പെട്ടെന്ന് അങ്ങടെ എത്തിയോ? കാര്യം മനസ്സിലായ? സ്ത്രീകൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കാരണം ജീവിച്ചിരിക്കുമ്പോൾ എന്ന് ഇടിവെട്ടും മിന്നലും പെരുമഴയും. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇത്ര പെട്ടെന്ന് അവൾ അങ്ങടെ എത്തിയോ? എത്താൻ കണ്ട അവിടെ നിന്ന് ഇടിവെട്ടും മിന്നലും മഴയൊക്കെ പറഞ്ഞു വിട്ടു. ഒരു തമാശ ആയിട്ട് പറഞ്ഞു പോകുന്നു. നമുക്ക് തൽക്കാലം നിർത്താൻ തോന്നുന്നല്ലേ? ഇനി നമുക്ക് ആഹാരം അല്പം കഴിക്കാം. ആഹാരം കഴിച്ചിട്ട് എത്ര മണിക്ക് തിരിച്ചു വരുന്നു? എപ്പോഴാണ് വരണ്ടേ? നിങ്ങളിത് വീട്ടിൽ പോകുന്നുണ്ടോ? ഇല്ല. നമുക്ക് അയ്യോ, അപ്പം എപ്പോഴും നിർത്തേണ്ടത് നിങ്ങൾ പറഞ്ഞു. 8:30 തിരിച്ചു വരുന്നു. എന്നിട്ട് എപ്പോൾ നിർത്തണം? ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. 9. അപ്പോൾ തിരിച്ചു പോകുന്നവർക്ക് പ്രയാസമാകുമോ?
പോകുന്നവർക്ക് അത് പോകുന്നവരാ പറയുന്നത്. എന്താ ആ അപ്പോൾ ഒരാൾ പറഞ്ഞു 9:30, മറ്റൊരാൾ പറഞ്ഞു 9:15, മറ്റൊരാൾ പറയുന്നു 9 മണി. ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുക. ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ ഞായറാഴ്ച കുർബാനയുടെ സമയത്തെക്കുറിച്ച് അവിടെ തർക്കമായി. കാരണം അതുവരെ 3-4 പള്ളിയിൽ ഒരുമിച്ച് നടത്തുന്നൊരു വിചാരിച്ചൻ അച്ഛന് സമയം നോക്കിയിട്ടാണ് അവിടെ കുർബാന. മണിയടിച്ച അച്ഛനെ എത്തി. അത് ഉച്ചയ്ക്കാകാം, വൈകുന്നേരം ആകാം, രാവിലെ ഞായറാഴ്ച കുർബാനയെ. അവസാനം അച്ഛനൊരു ഭാരം കുറയ്ക്കാൻ എന്നെ ഏൽപ്പി. അപ്പം ഞാൻ അരമനയിലാണ്, എനിക്ക് വേറെ പള്ളിയില്ല, അപ്പോൾ എനിക്കൊരു പള്ളിയിലുള്ളൂ. അപ്പോൾ ആദ്യത്തെ കുർബാന ഞാൻ ചെന്നു ഞായറാഴ്ച. അപ്പം ഞാൻ ചോദിച്ചു, വരുന്ന ആഴ്ച മുമ്പ് നമുക്ക് എപ്പോഴാണ് വേണ്ടത്, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്. അച്ഛോ നമുക്ക് 7 മണിക്കാകാം. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി തീരപ്രദേശത്തുള്ളവർക്ക് കൂടെ എത്തണ്ടേ. അപ്പം അച്ഛോ 6:30 മതി, ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു യാത്രയൊക്കെ പോകാൻ സൗകര്യമില്ലേ. അടുത്ത തർക്കമായി. ഒരു കൂട്ടർ പറയുന്നു 7 മണി, ഇവിടെ ഉള്ളവർ പറയുന്നു 6. 20 കൊല്ലം മുമ്പാട്ടോ. അപ്പം ഞാൻ ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച 6:45 കുർബാന. കൈയടിച്ച് പാസ്സായി. അച്ഛൻ അങ്ങോട്ടും ചെരിഞ്ഞില്ല ഇങ്ങോട്ടും ചെരിഞ്ഞില്ല. 20 കൊല്ലമായിട്ട് ഇപ്പോഴും ആ സമയം തന്നെയാണ് ഞായറാഴ്ച കുർബാന കേട്ടോ. അവിടെ സ്ഥിരച്ഛനായി. എന്നിട്ടും ആദ്യത്തെ കുർബാന 6:45 തന്നെയാണ്. അപ്പോൾ ഈ പിന്നെ വസ്തുനിഷ്ഠമായിട്ട് സന്തോഷമായിട്ട് നമുക്കത് ഇനി ആഹാരം കഴിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് 9:15 നിർത്തുന്നു. 8:30 നമ്മൾ തിരിച്ചെത്തുന്നു അല്ലേ. 8:45, ഒരു 3/4 മണിക്കൂർ കൂടെ നമുക്ക് 8:30 തിരിച്ചെത്തുന്നു.